നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. പൊടുന്നനെ ആരും പ്രതീക്ഷിക്കാതെ അയ്യപ്പന്മാർ ഒഴുകിയെത്തിയത് മൂലം ഉണ്ടായ തിക്കും തിരക്കുമല്ല ഇന്ന് ശബരിമലയിലുണ്ടായത്. അപകടമുണ്ടാവാതെ ഒരു തരത്തിലാണ് അത് നിയന്ത്രിച്ചു നിർത്താനായത്. മണ്ഡല മകരവിളക്കുത്സവം വൃശ്ചികം 1 തുടങ്ങുമെന്നും നാട്ടിൽ നിന്നും അയൽനാടുകളിൽ നിന്നും ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർ എത്തുമെന്നതും നേരത്തെ അറിയാത്തതല്ല. ചില ദിവസങ്ങളിൽ തിരക്ക് കൂടാം, മഴ കടുക്കാം, പമ്പയിൽ വെള്ളം നിറയാം, അങ്ങനെ പലതരം പ്രതിസന്ധികൾ മുന്നിൽ വരാം. അതൊക്കെ മുൻകൂട്ടി കാണാനും മുന്നൊരുക്കം നടത്താനും തയ്യാറാവേണ്ടതാണ്. തിരക്കു നിയന്ത്രിക്കാനും സുഗമമായ ദർശന സൗകര്യം ഒരുക്കാനുമുള്ള ഉത്തരവാദിത്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ദേവസ്വം വകുപ്പിനും വകുപ്പ് മന്ത്രിക്കും കേരള സർക്കാരിനുമുണ്ട്. അത്തരം ഒരു മുന്നൊരുക്കം വേണ്ട രീതിയിൽ ഉണ്ടായില്ല. മുന്നൊരുക്കത്തിൽ അഭാവമുണ്ടായെന്ന് കഴിഞ്ഞ ദിവസം അധ്യക്ഷ പദവി ഏറ്റെടുത്ത കെ ജയകുമാറിന് സന്നിധാനത്ത് നിന്ന് തന്നെ തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. സ്വർണ്ണപ്പാളി മോഷണക്കേസും അതിലെ വിവാദങ്ങൾക്കും പിന്നാലെ ആയിരുന്നു ഉത്തരവാദിത്തപ്പെട്ടവർ. എന്നാൽ ശബരിമലയിൽ തിരക്ക് നിയന്ത്രണാതീതമാവുകയോ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ അതുണ്ടാക്കുന്ന നാണക്കേട് അതിലും എത്രയോ വലുതാണെന്ന് തിരിച്ചറിയാത്തവരല്ല ഭരണത്തിലിരിക്കുന്നത്. കഴിഞ്ഞ സീസണുകളിൽ മുന്നൊരുക്കം നടത്തി പരാതികളില്ലാതെ മണ്ഡല മകരവിളക്കുകാലം പൂർത്തിയാക്കിയവർ തന്നെയാണ്. പക്ഷേ ഇക്കുറി എവിടെയോ പിഴച്ചിട്ടുണ്ടവർക്ക്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കിള്ളിപ്പാലത്ത് നിന്നും മഹിയാണ് ആദ്യ പ്രേക്ഷകനായിരുന്നത്. ശ്രീ മഹി, ഇന്ന് ശബരിമലയിൽ ഉച്ചയോടുകൂടി നിയന്ത്രണാതീതമായ തിരക്ക് വരുന്നു. ആളുകളൊക്കെ ബാരിക്കേഡ് ചാടിക്കടന്ന് അകത്ത് കടക്കുന്നു. സന്നിധാനത്തിന് താഴെയുള്ള ആ ആളുകൾ നിൽക്കുന്ന സ്ഥലത്ത് വലിയ തോതിൽ ആൾക്കൂട്ടം ഉണ്ടാകുന്നു. ആളുകൾ കാട് വഴിയൊക്കെ കയറി വരുന്ന ആളുകളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു. പലതരത്തിലുമൊക്കെ അങ്ങനെ ആൾക്കൂട്ടം ഒരു തരത്തിലാണ് അപകടം ഉണ്ടാവാതെ കഴിഞ്ഞുകൂടിയത്. ശബരിമലയിൽ വേണ്ട മുന്നൊരുക്കം നടത്താൻ സർക്കാരിന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന് ദേവസ്വം വകുപ്പിന് കഴിഞ്ഞില്ലേ? നമസ്കാരം സാറേ. പിന്നെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും മന്ത്രിയെയും ഗവൺമെന്റ് എന്തിനു ആവശ്യമില്ല നിങ്ങൾ കുറ്റം പറഞ്ഞത്? ഇത് ജയില കടൽ പോലെ കയറി അവിടെ ഉള്ളതിനെ കൊള്ളിപ്പിക്കാക്കുള്ളൂ. ഞാൻ ഈ തിരുപ്പതി പോയി 4 ദിവസം കിടന്നാണ് അവിടെ തൊഴാൻ വേണ്ടി ഇരുന്നത്. 4 ദിവസം വെള്ളം പോലും കിട്ടില്ല. നിങ്ങൾ നമ്മളെ കേരളത്തിൽ പറ്റി ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ ശബരിമലയിൽ വൃശ്ചികം 1 ഉത്സവം തുടങ്ങുമെന്നും ലക്ഷക്കണക്കിന് വരുന്ന അയ്യപ്പന്മാർ അവിടെ കൊഴിയെത്തുമെന്നും അറിയാൻ വയ്യാത്തവരല്ലല്ലോ ഭരണത്തിലിരിക്കുന്നത്. അല്ലാതെ പൊടുന്നനെ മരണമൊന്നും ഉണ്ടായതല്ലല്ലോ. അവിടെ പൊടുന്നനെ ആളുകൾ വരാൻ പെട്ടെന്നൊരു ദിവസം ആളുകൾ ഇടിച്ചു കയറി വന്നതുമല്ലല്ലോ. അവിടെ കൃത്യമായ ആളുകൾ വരുമെന്ന് വളരെ എത്രയോ കാലങ്ങളായി അറിയാം. അങ്ങനെ ആളുകൾ വന്നാൽ എങ്ങനെ നിയന്ത്രിക്കണം, എങ്ങനെയൊക്കെ സംവിധാനം ഒരുക്കണം, ഇതൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭരണാധികാരികൾ ഇരിക്കുന്നത്? ഈ സമയത്ത് കുറ്റം പറയാൻ അവരെ പുകഴ്ത്തണമായിരുന്നു. എന്ത് ഇത് ഞാൻ ചോദിച്ചതാണ്. ഈ സമയത്ത് ഇത് നിയന്ത്രിക്കാൻ കഴിയാത്ത ആളുകളെ നമ്മൾ പുകഴ്ത്തണോ? നിങ്ങൾ മുൻകൂട്ടി കണ്ട് എല്ലാം അങ്ങ് നന്നായി ചെയ്തു എന്ന് പറയണോ? അല്ല, ഞാൻ ഒരു 50 കൊല്ലത്തിന്റെ എന്റെ കൊച്ചിയിലെല്ലാം ഞങ്ങൾ ഈ മാവ് പൊടി ഉണ്ട യാത്രമ്പഴം ഇതെല്ലാം നമ്മൾ കൊണ്ടുപോകുന്നത് കഴിക്കാൻ. വെള്ളം കുട്ടികൾ ഈ വെള്ളം എല്ലാം അല്ലാത്ത. ഞാനതല്ല ശ്രീ മഹി, ഞാൻ ചോദിച്ചത് ശബരിമലയിലെ കാര്യമാണ്. ശബരിമല കാര്യം തന്നെ പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് ആരുടെയും കുറ്റമില്ല എന്നാണ് മഹി പറയുന്നത്? ഗവൺമെന്റ് അല്ലാതെ പിന്നെ ആരുടെ ഉത്തരവാദിത്തമാണിത്? കേരളത്തിലൊരു അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ വരുമ്പോൾ അവിടെ നിയന്ത്രണ സംവിധാനം ഒരുക്കേണ്ട ഉത്തരവാദിത്തം പിന്നെ ആർക്കാണ്? അയ്യപ്പനൊക്കെ 15 മണിക്കൂർ കാത്തിരിക്കണം. എങ്ങനെയാണ് അവിടെ നിയന്ത്രണാതീതമായ ആളുകൾ കയറി വല്ല അപകടം ഉണ്ടായിരുന്നെങ്കിലോ? അല്ല, അതന്നെ 15 മണിക്കൂറാണ്. അങ്ങനെ പോകാൻ. ശരി മഹി, മഹിയെ പോലുള്ള ആളുകൾക്ക് അങ്ങനെ തോന്നാം. തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയാനും തിരുത്താനും കഴിയണം. അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ സീസണിൽ എന്തിനാണ് പറഞ്ഞത് ഞങ്ങൾ നന്നായി നടത്തിയത്? നന്നായി നടത്തിയതിന് ആളുകൾ അംഗീകരിച്ചു, മോശമായി നടത്തുമ്പോൾ മോശമായി നടത്തിയെന്ന് പറയും. അല്ലാതെ കുറ്റം പറയേണ്ട കാര്യങ്ങൾ കുറ്റം പറയും മഹി, അതിന് സംശയമൊന്നുമില്ല. കുറ്റം പറയേണ്ട കാര്യങ്ങൾ കുറ്റം പറയുക തന്നെ വേണം. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തില്ലെങ്കിൽ കുറ്റം പറയും. സംശയമൊന്നുമില്ല ശ്രീ മഹി. തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് തന്നെ പറയും. ശരി, ഓക്കെ. ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായം. ശ്രീ രാജേഷാണ് പയ്യന്നൂരിൽ നിന്ന്. ശ്രീ രാജേഷ്,
താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ശബരിമലയിൽ ഇങ്ങനെ പൊടുന്നനെ ആൾ വന്നത് ഒന്ന് കയറി അങ്ങ് കൈവിട്ടു പോയതൊന്നുമല്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണമായിരുന്നു. അത്തരം മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ ഇത്തവണ ഈ സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട കേസുകളിലെ വിവാദങ്ങൾ പെട്ടു നിന്ന ഈ സംവിധാനത്തിന് കഴിയാതെ പോയതാണോ? തീർച്ചയായിട്ടും ഇത് ആരാണ് സ്വർണ്ണപ്പാളിയിൽ പിടിക്കപ്പെടും എന്നുള്ള വെപ്രാളം, ഇത് അവിടെ മുൻകൂട്ടി ഒന്നും നിയന്ത്രിക്കാൻ പറ്റാതെ. ഞാൻ പറയുന്നേക്ക ഈ ഇലവങ്കൽ ആ ഭാഗത്ത് നേരത്തെ ആൾക്കാരെ പകുതി ആള് അവിടെ ഇതാക്കണമായിരുന്നു, സ്റ്റോപ്പാക്കണമായിരുന്നു. സന്നിധാനത്തേക്ക് ശബരിമല പമ്പയിലേക്കൊക്കെ ആൾക്കാരുടെ എണ്ണം കുറയ്ക്കണം. എന്നിട്ട് വെർച്വൽ ക്യൂ അത് സ്പോട്ട് ഇത് കൂടുതലാക്കണമായിരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോലെ ഇത് നേരത്തെ അവർക്ക് അറിയുന്നതല്ലേ. പിന്നെ മഹി പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും അങ്ങ് വാഴ്ത്തി പാടാൻ പറ്റൂല്ലോ സാറേ, കാരണഭൂതനെ. എല്ലാരെയും അങ്ങ് വാഴ്ത്തിപ്പാടാൻ നമുക്ക് പറ്റില്ല. നമ്മൾ കുറ്റം കണ്ടാൽ കുറ്റം ആണെന്ന് പറയണം. അതിന് കോൺഗ്രസ് ആയാലും BJP ആയാലും മാർക്സിസ്റ്റ് ആയാലും അത് പറഞ്ഞേ പറ്റുള്ളൂ. ഇപ്പൊ ഇവർക്ക് നേരത്തെ ഇത് മുൻകൂട്ടി ലക്ഷക്കണക്കിന് ഭക്തർ വരുന്നതാണെന്ന് അവർക്കറിയാം. അപ്പൊ മുൻകൂട്ടി ഇതൊക്കെ ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയാണ് പ്രസിഡന്റ് പുതിയ ജയകുമാർ സാർ സ്ഥാനമേറ്റത്. അപ്പൊ ആ സ്ഥാനമേറ്റ് പുള്ളിക്ക് അവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ആ സമയം പോലും അവിടെ കിട്ടിയിട്ടില്ല. ഇന്നലെയാണ് അവിടെ SIT പോയി അവിടെ തെളിവെടുപ്പും മറ്റും നടന്നത്. അപ്പൊ അവിടെ പല ഇവർക്ക് അവിടെ ബോർഡംഗങ്ങൾക്ക് അവിടെ കാര്യമായ ഒരു ഇത് നടത്താൻ അവർക്ക് ഇത് സാധിച്ചിട്ടില്ല. പിന്നെ കുടിവെള്ളമൊന്നും കിട്ടുന്നില്ല. അവിടെ പോയി വരുന്നവരെന്നല്ലേ പറയുന്നത് കുടിവെള്ളമൊന്നും കിട്ടുന്നില്ല എന്ന്. അപ്പൊ ഇന്ന് തന്നെ ഒരു സ്ത്രീ മരിച്ചിട്ടുമുണ്ട്, കുഴഞ്ഞു വീണ് മരിച്ചിട്ടുമുണ്ട്. അപ്പൊ അതൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നേരത്തെ നിയന്ത്രിക്കണം. ആരാണ് ഇതിനെയൊക്കെ ചുമതലയെടുത്ത് നിൽക്കുന്നവരൊക്കെ നിയന്ത്രിക്കേണ്ടത്? നമുക്ക് നല്ലതായി നടന്നാൽ നല്ലതായി എന്ന് പറയാം. അത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലാതെ കുറ്റം കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ നേരെ തിരുത്തേണ്ടേ വേണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്. അല്ലാതെ ഒരാളെ കുറ്റപ്പെടുത്തുന്നതല്ല, അത് തിരുത്തണം. അതാണ് ഈ പൊതുവേദിയിലൂടെ പറയുന്നത്. അത് അംഗീകരിക്കാനുള്ള ഒരു മനസാക്ഷിയും കൂടെ വേണം. എല്ലാം കൂടെ അങ്ങ് വാഴ്ത്തി പാടുന്നത്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? സാറേ, ചെറിയാളെ മനോഭാവം എന്നറിയാം. ഞാൻ രാഷ്ട്രീയക്കാരനല്ല. ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ്. എത്ര സാറ് പറഞ്ഞു കൊടുത്തിട്ട് തിരിയാതെ പോലെ ഒരു ട്രസ്പാസ് ചെയ്യുന്ന പോലെ അറ്റാക്ക് ചെയ്യുന്ന പോലെയല്ലേ പറയുന്നത്. ഇങ്ങനെയുണ്ട് ഒരു ഇത്. അതായത് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, അടിയേറ്റാൽ ആനയും വീഴും. ഞാൻ പൊതുവായിട്ട് പറഞ്ഞത് പ്രൊട്ടക്ട് ചെയ്യേണ്ട. ഇതെന്താ കോടാനുകൂടി ആള് വരുന്നതല്ലേ. ഇത് വരുമാനം മാത്രം നോക്കിയാൽ മതി. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം ഇല്ലേ. പിന്നെ ഇവിടെ കരൂരിൽ കണ്ടില്ലേ വിജയിന്റെ അഡ്വർടൈസ്മെന്റ്, മറ്റേ പൊളിറ്റിക്കൽ പിന്നെ ഇതിന്റെ രാഷ്ട്രീയ അഡ്വർടൈസ്മെന്റ്. പിന്നെ എത്ര ആളാ മരിച്ചു. അതേപോലെ ബാംഗ്ലൂർ സെലിബ്രിറ്റി വന്നിട്ട് എന്താ ഇതാ പറഞ്ഞ് സൂക്ഷിച്ചാതൊക്കെ സാറ് പറഞ്ഞിട്ട് മനസ്സിലാകുന്നത്. സാറ് പറയുന്നത് പ്രൊട്ടക്ട് ചെയ്യേണ്ട ഗവൺമെന്റ് ഉത്തരവാദിത്തം. ഏത് ഗവൺമെന്റ് ഇപ്പം ഭരിക്കുന്ന കോൺഗ്രസ്, മാർക്സിസ്റ്റ്, കമ്മ്യൂണിസ്റ്റാ, പിന്നെ BJP ആരായാലും പ്രൊട്ടക്ട് ചെയ്യണ്ടേ. എന്ത് കാര്യത്തിനും ഇത് വരുമാനം മാത്രം നോക്കിയാൽ മതി. ശ്രദ്ധിക്കണ്ടേ. നമ്മളൊരു കല്യാണം, ചെറിയ കല്യാണം നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ട് കറണ്ട് നോക്കണോ, ജനറേറ്റർ ഇതാക്കണം. ഇതാ ജനങ്ങൾ ഇത്ര ക്രൗഡ് വരും. എത്ര പറഞ്ഞിട്ട് സാറിനെ കുടഞ്ഞിടുക. ഇങ്ങനെയുണ്ട് ഒരു ആൾക്കാർ. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്. നല്ല ബുദ്ധിപരമായിട്ട് ഒരു പേര് പോലെ മറുപടി കൊടുക്കുന്നു. ശരി, ശ്രീ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തുനിന്ന്. ശ്രീ ശിവദാസൻ, ഇന്നിപ്പോൾ ഒരു തരത്തിലാണ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവാതെ ആ തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞത്. അത്രത്തോളം അപകടകരമായ അവസ്ഥയിലാണ് അയ്യപ്പന്മാർ ശബരിമലയിൽ 18-ാം പടിക്ക് താഴെ വന്ന് കൂട്ടം കൂടി നിൽക്കുന്ന അവസ്ഥയുണ്ടായത്. ആ ബാരിക്കേഡുകളെല്ലാം മാറി എവിടുന്നാണൊക്കെയാണോ ആളുകൾ വരുന്നത് ഇങ്ങനെ കൂട്ടത്തോടെ ഇടിച്ചു കയറി വരുന്ന അവസ്ഥ ഒരു തരത്തിൽ നിയന്ത്രിച്ചു പോയി എന്ന് പറഞ്ഞാൽ മതി. അത്തരം ഒരു മുന്നൊരുക്കം ഇതിനൊന്നും വേണ്ട രീതിയിൽ നടപ്പായില്ലേ? നമസ്കാരം. ഇന്നലെ വൈകുന്നേരം ഒരു 4 മണിക്ക് പൊതുവേദി വിളിച്ച ശേഷം എന്നെ നന്ദകുമാർ ഒരു പയ്യനെ വിളിച്ചിരുന്നു. ഇഷ്ടം സുഹൃത്തുക്കളുണ്ട്. ശിവദാസ, വലിയ തിരക്കാണ്, എന്ത് സംഭവിക്കുന്ന അറിയില്ല. ജനങ്ങൾ മൊത്തം പമ്പയിലേക്ക് പോവുകയാണ്. ഇത്രയും കാലം വർഷമായിട്ട് ഇങ്ങനെ പോയിട്ടില്ല. വലിയ ദുരന്തം അനുഭവിക്കും. പോലീസുകാർ വിളിച്ച പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അധികാരികളെ വിളിച്ചു പറഞ്ഞിട്ട് അവർ പറയുന്നത് ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല. ദേവസ്വം ബോർഡിൽ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രി ആരും ഇല്ല. ഒരു ഇൻഫർമേഷൻ കിട്ടുന്നില്ല. തോന്നി മാസം പോലെ പോവേണമെന്ന് പറഞ്ഞു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് ഒരു ഉദ്യോഗസ്ഥ സ്ഥലം കിട്ടി. ഒരു ഉദ്യോഗസ്ഥ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ തലയൊക്കെ മുട്ടടിച്ച സോറി, അദ്ദേഹത്തിന്റെ ഒറ്റ കഴിവുകൊണ്ടാണ് ഈ ദുരന്തം. അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ കുന്തം തള്ളും കൊണ്ട് മരിക്കുമായിരുന്നു. പുതിയ കമ്മീഷണർ, പുതിയ വ്യവസായ പ്രസിഡന്റ് ചർച്ച എടുത്തു, ഏറ്റെടുത്തു. അദ്ദേഹത്തിന് അവിടെ എത്താനോ നിലനിർത്താനോ എവിടെയാണ് പാളിച്ചത് ഒന്നും നോക്കാൻ പറ്റിയില്ല. വെള്ളമായാലും മെയിൻ പ്രശ്നം വെള്ളം. സ്ത്രീകൾക്ക് ബാത്റൂമിൽ പോകാൻ സ്ഥലമില്ല.
കൊച്ചുകുട്ടിയേക്ക് ഇപ്പൊ ചൂട് കുറവായതുകൊണ്ട് അങ്ങനെ, അല്ലെങ്കിൽ കണ്ടമാനം മരിക്കുക, ചൂട് കുറവായതുകൊണ്ട് ഒരു രക്ഷപ്പെട്ടു. വെള്ളത്തിന് ദാഹം വരുമല്ലോ, വെള്ളമില്ല, ഭക്ഷണമില്ല, ആരാണ് എന്താണ് എങ്ങോട്ട് പോകണമെന്നോ. ഒരു ക്യൂ വഴിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 50 പേര് പോവുകയാണെങ്കിൽ 500 പേര് അല്ലാത്ത കൂടിക്കാർ പോവുകയാണ്. അതിന് നിയന്ത്രിക്കാൻ ആരുമില്ല. ഇത് ദൈവവിശ്വാസമുള്ള ആൾക്കാർ ഇനിയെങ്കിലും ദൈവവിശ്വാസമുള്ള ആൾക്കാർ ഈ സ്ഥാനത്തിരിക്കുക. ജാതിഭേദ മതമില്ലാതെ അയ്യപ്പനെ കാണാൻ പോകുന്നിടത്ത് ഈ അയ്യഭക്തന്മാര് ശരി ശ്രീ ശിവദാസൻ, ദൈവവിശ്വാസം ഉള്ളവരാണോ ഇല്ലാത്തവരാണോ ഒന്നും അല്ല വിഷയം. ദൈവവിശ്വാസമുള്ള ആളുകളൊക്കെ ഇരുന്ന് എത്രയോ അതിനതിൽ അമ്പലം വിഴുങ്ങികൾ എന്നുള്ള പ്രയോഗം തന്നെ ഉണ്ടായത്. അങ്ങനെയുള്ള ആളുകളൊക്കെ ചെയ്ത കള്ളന്നുണ്ട്. അങ്ങനെ ദൈവവിശ്വാസം ഇതുമായി ബന്ധമൊന്നുമില്ല. വൃത്തിയായിട്ട് ചെയ്യാൻ അറിയുന്നവരിരിക്കുക എന്നുള്ളതാണ്, ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതെ സാറേ, അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്ന് എന്തുകൊണ്ട് 1956 മുതൽ ഇന്ത്യക്ക് നമ്മൾ കേരളത്തിൽ വാലറ്റപ്പൂരിൽ വന്ന അധികാരം കിട്ടി, EMS വന്ന് ഒരുപാട് അവസാനം ഈ അച്യുതാനന്ദ സാറ് എല്ലാവരും സമയം വരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഈ 9 വർഷം കഴിഞ്ഞ് 4-5 വർഷം കൊണ്ട് ഈ കാണിക്കുന്ന രീതി കഴിഞ്ഞ വർഷമൊക്കെ വളരെ നന്നായിട്ടാണ് ശ്രീ ശിവദാസൻ നടന്നത്. കഴിഞ്ഞ വർഷമൊക്കെ വളരെ മികച്ച രീതിയിൽ പൂർത്തിയാക്കിയ ഒരു മുൻകാലങ്ങളിൽ പലതവണയും ഇത്തരം തിരക്കൊക്കെ വന്നിട്ടുണ്ട്. ആ നിരക്ക് വരുന്നപ്പോഴുള്ള ആ കാലത്തെ ഭരണാധികാരികളുടെ കയ്യിലെ വീഴ്ച തന്നെയാണ് അക്കാര്യത്തിൽ, അതിന് യാതൊരു സംശയമില്ല. ഈ കഴിഞ്ഞ തവണ നല്ല വൃത്തിയായി നടന്നതാണ്. തിരക്കൊന്നുമില്ലാതെ എല്ലാവർക്കും ദർശനം നടത്താനുള്ള സൗകര്യമൊക്കെ ഒരുക്കി വളരെ മികച്ച രീതിയിൽ നടന്ന ഒരു സീസൺ ആയിരുന്നു കഴിഞ്ഞ തവണ. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, തുടക്കത്തിൽ തന്നെ പാടിയത്. കാരണം സാറേ, ഈ ശബരിമല വിഷയം ഇന്ത്യ ഒട്ടാകെ അറിഞ്ഞ വിഷയമാണ്. ആൾക്കാർ ഈ അറിയാൻ വേണ്ടി അയ്യപ്പന്റെ വിഗ്രഹം പൊട്ടിച്ചു കൊണ്ടുപോയതും പാളികളെ കൊണ്ടുപോയതും ഇതെല്ലാം കാണാൻ വേണ്ടി ആകാംക്ഷയോടി ഇതിൽ പ്രയാസപ്പെട്ടോടി അവരുടെ ആൾക്കാർ ഇവർക്ക് അറിയാമായിരുന്നു. വിവാദം ഉണ്ടാകുമ്പോൾ ആൾ കൂടുന്നു എന്നുള്ളതാണ് താങ്കൾ പറയുന്നത്. എന്തായാലും അഭിജിത്താണ് ശ്രീ അഭിജിത്ത്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് പൊടുന്നനെ ഉണ്ടായ ഒരു തിരക്കല്ല. ഇത്തരം തിരക്കുകളൊക്കെ ഏത് ദിവസവും അവിടെ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ മുൻകൂട്ടി തിരിച്ചറിയാനും അങ്ങനെ തിരക്ക് വന്നാൽ എന്ത് ചെയ്യണം, ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം, അങ്ങനെ ABC എന്ന് പറഞ്ഞ എല്ലാ പ്ലാനുകളും ഉണ്ടാക്കി തയ്യാറാക്കി തന്നെ നിർത്തേണ്ട ഒരു സ്ഥലമാണ്. അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്ലാൻ ഇല്ലാതെ പോയത്? അത് പ്ലാനിന്റെ ആണോ എന്നറിയില്ല. ഇപ്പോ കഴിഞ്ഞ വർഷത്തെ കണക്ക് നമ്മുടെ SP വിശദീകരിക്കുന്ന കേട്ടിരുന്നു. ആദ്യത്തെ ദിവസം ഉണ്ടായത് 27,000. അത് ആ വർഷം ഏറ്റവും കൂടുതൽ വന്നത് 27,000 പേരാണ്. പക്ഷെ ഇന്ന് ഈ നട തുറന്നപ്പോൾ ഉണ്ടായ തിരക്കെന്ന് പറയുന്നത് 50,000-ൽ എത്തിയിരുന്നു. അപ്പം ഒരുപക്ഷെ ഇത്രയും തിരക്ക് നമ്മുടെ ആ ഒരു സിസ്റ്റം, നമ്മുടെ പോലീസ് സിസ്റ്റം പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അയ്യപ്പന്മാര് തൊഴാൻ വരുമ്പോൾ നമ്മൾ ഏറ്റവും അനുഭവപൂർണ്ണം ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രം ത്തിലേക്ക് ആളുകൾ കടന്നു പോകുന്നത് ഏകദേശം കാനന പാതയിലൂടെ, പൂർണ്ണമായും മറ്റ് വഴി ഇതൊന്നുമില്ലാത്ത റോഡിലൂടെ ഏകദേശം 10-15-20 കിലോമീറ്ററോളം പോകണം. അപ്പോൾ ഇവിടെ എല്ലാം പോയി നിലയ്ക്കൽ നിന്ന് ഒക്കെയാണ് പോകുന്നത്. അപ്പോൾ ആളുകൾ എത്ര വേണ്ട അങ്ങോട്ട് കടന്നു പോകുന്നുണ്ട് എന്നൊക്കെ പൊടുന്നനെ അവിടെ വന്ന് ഒരു സാധാരണ ഒരു ക്ഷേത്രം പോലെയല്ല, ഗുരുവായൂർ അമ്പലത്തിലോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും ഒരു സ്ഥലത്തോ പെട്ടെന്ന് ആളുകൾ വന്ന് പല വഴിക്കൂടെ കൂടുന്നത് പോലെയല്ല. ഇത് കൃത്യമായിട്ട് അറിയാം എത്ര പേര് വരുന്നുണ്ട്, എത്ര പേര് പോകുന്നുണ്ട്, അത് സ്പോട്ട് ബുക്കിംഗ് വഴി എത്ര പേര് വരുന്നുണ്ട്, എത്ര പേര് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം കൃത്യമായി അറിയാവുന്നതാണ്. അപ്പോൾ അത് അറിയാവുന്ന ആളുകൾക്ക് പിന്നെ പൊടുന്ന കഴിഞ്ഞ വർഷം ആളില്ല, ഇനി ഈ വർഷം ആൾ കൂടിയോണ്ടാണ് എന്നൊക്കെ പറഞ്ഞ ഒരു ന്യായമില്ല. അല്ല, അത് ന്യായീകരിക്കുകയല്ല. ആത്യന്തികമായി നമുക്ക് തിരക്ക് കൂടുന്നു. അപ്പൊ പ്രതീക്ഷിക്കുന്നതിലും തിരക്കാണ് കൂടുന്നത്. അതാണ് പ്രധാന കാരണം. നമ്മളതിനെ തിരക്ക് നിയന്ത്രിക്കുക എന്നുള്ളതല്ലേ ഉത്തരവാദിത്തം. തിരക്ക് എത്ര കൂടിയാലും ആ തിരക്ക് നിയന്ത്രിച്ച് വേണം. അവിടെ എത്ര പേരെ ഉൾക്കൊള്ളാൻ കഴിയും ഇത്ര സമയത്തിനുള്ളിൽ, അതനുസരിച്ച് എത്ര പേരെ കടത്തിവിടാം, എത്ര പേരെ ആ സമയത്തുള്ളിൽ ഇറങ്ങിപ്പോരണം, ഇതൊക്കെ ഉറപ്പാക്കിയല്ലേ ചെയ്യേണ്ടത്. അതെ, തീർച്ചയായും. നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ സിസ്റ്റം എങ്ങനെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ എത്തിക്കാം. നമ്മൾ തിരുപ്പതി മോഡലൊക്കെ എല്ലാവരും പറയുന്നു. നമ്മൾ സിസ്റ്റം മെച്ചപ്പെടുത്തേണ്ടതാണ്. പക്ഷെ ആ ഒരു മെച്ചപ്പെടുത്തൽ ഇത്രയധികം ആൾക്കാർ. ശരി, ശ്രീ അഭിജിത്താണ് സംസാരിച്ചത്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപിലേക്ക് കടക്കും മുമ്പ് നമുക്ക് യൂട്യൂബിലെ ചില കമൻറ്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. നമസ്കാരം കിരൺ, സുഖമാണോ എന്ന് ഷിജു കിരിയത്ത് ചോദിച്ചിരിക്കുന്നു. ദി സീസൺ വിൽ ഹാവ് എ ഹ്യൂജ് റഷ് ഇൻ ശബരിമല ഡ്യൂ ടു ദിസ് കോൺട്രവേഴ്സി എന്നാണ് ഷിജു കിരിയത്ത് പറയുന്നത്. എന്തായാലും സ്വർണ്ണപ്പാളി ഇളക്കിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ശബരിമലയിലേക്ക് ഭക്തരുടെ എണ്ണം കൂട്ടി എന്നൊക്കെ പറയുന്നു. എന്തായാലും എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും എണ്ണം കൂട്ടിയിട്ടുണ്ട്. ഇന്നലെ വേറൊരാൾ എഴുതിയ കമൻറ്റ് എൻ്റെ പേരിലാണ് വായിച്ചതെന്ന് പിന്നെ ജയകുമാർ പറയുന്നു. അങ്ങനെ തെറ്റി വായിച്ചെങ്കിൽ ക്ഷമിക്കണം ശ്രീ ജയകുമാർ, വേഗത്തിൽ വായിച്ചപ്പോൾ ചിലപ്പോൾ പേര് തെറ്റിപ്പോയതായിരിക്കും. കിരൺ മഹിക്ക് നല്ല മറുപടി കൊടുത്തു, ബിഗ് സല്യൂട്ട് സർ എന്ന് പറയുന്നു. ഞണ്ടും കപ്പയും എന്നൊക്കെ പറഞ്ഞത് ആരോ വ്യാജ പേരിലാണ്. മനോജ് കുമാർ, ശബരിമലയിൽ ഭക്തജനത്തിരക്ക് ആദ്യമല്ല എന്ന് പറയുന്നു. ശബരിമല തകർക്കൽ ഇടത് ലക്ഷ്യം, AKGയുടെ ലക്ഷ്യം എന്നൊക്കെ ഗ്ലാഡിയേറ്റർ പറയുന്നു. ഗ്ലാഡിയേറ്റർ ഇങ്ങനെ സ്ഥിരമായ വിവരക്കേട് പറയുന്ന ആളാണ്. അതിനെ ആ അർത്ഥത്തിൽ മാത്രമേ കാണാൻ കഴിയൂ ശ്രീ ഗ്ലാഡിയേറ്റർ. സുനിൽകുമാർ, ജയൻ ചേട്ടാ നമസ്കാരം. ജയകുമാർ, ഇനി എന്തിനാണ് ശബരിമലയിൽ സൗകര്യം വരുന്നത്, അവിടെ കക്കാനൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു.
ന്യായീകരണ തൊഴിലാളി ടു ദി ചോർ മഹി എന്നൊക്കെ പറയുന്നു മുരളീധരൻ നായർ. റോഷൻ ശങ്കർ AJ പറയുന്നു, ഇപ്പോൾ എന്തെങ്കിലും അനിഷ്ട സംഭവമില്ലാത്ത മഹാഭാഗ്യമാണ്, ഇനിയെങ്കിലും അവിടെ വേണ്ട സൗകര്യമൊരുക്കി സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാവണം എന്ന് പറയുന്നു. ശബരിമലയിൽ വരുന്ന ഭക്തർക്ക് താൽക്കാലികളുടെ വില പോലും ഈ സർക്കാരും ദേവസ്വം ബോർഡും കൽപ്പിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. ഒരു മുന്നൊരുക്കവും നടത്തിയില്ല. അങ്ങനെയല്ല സുനിൽകുമാർ, മുന്നൊരുക്കം ഒന്നും നടത്തിയില്ല എന്നല്ല, മുന്നൊരുക്കത്തിൽ വീഴ്ചയുണ്ടായി എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അല്ലാതെ അതിന് നാൽക്കാലികളെ പോലെയാണ് കാണുന്നത് എന്ന് പറയാൻ കഴിയും. ഇന്ത്യയിലെ മറ്റു പല മഹാക്ഷേത്രങ്ങളുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ചെല്ലുമ്പോൾ എങ്ങനെയാണ് അവിടെ ഭക്തരെ ഡീൽ ചെയ്യുന്നത് എന്ന് കണ്ടാൽ അറിയാം. കൂടുതൽ പണം കൊടുക്കുന്നവനെ കൂടുതൽ മുന്നിൽ നിൽക്കാം, കുറച്ച് പണം കൊടുക്കുന്നവനെ കുറച്ച് നിൽക്കാം, അവനെ ദിക്കിലും തിരക്കിലും ഒക്കെ പൊട്ടിക്കുന്നത്. അതിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ ഏത് അമ്പലങ്ങളിൽ ചെന്നാലും അവിടെയൊക്കെ അതിനേക്കാൾ മെച്ചപ്പെട്ട സൗകര്യം, മനുഷ്യരായി കാണുന്ന ഒരു സൗകര്യമെങ്കിലുമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീണ്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചില വർത്തമാനങ്ങളൊക്കെയാണ്. രഹന ഫാത്തിമ, ബിന്ദു അമ്മിണി തുടങ്ങിയവരെ ഒരു പോറൽ പോലും ഏൽക്കാതെ സന്നിധാനിച്ചെത്തിച്ച പാരമ്പര്യമല്ലേ ഗ്ലാഡിയേറ്റർ പറയും. നിങ്ങൾ കെടുവാൾ പാർട്ടിക്ക് വോട്ടിട്ടിട്ടുണ്ടോ, നിങ്ങളും ഇതിൽ പക കാളി എന്നൊക്കെ എഴുതിയേക്കുന്നത്. അക്ഷരത്തെറ്റില്ലാതെ എഴുതൂ ശ്രീ ഗ്ലാഡിയേറ്റർ. ഇങ്ങനെയൊക്കെ എഴുതിയാൽ എന്താണെന്ന് വായിക്കാതില്ല. പങ്കാളി എന്നായിരിക്കും താങ്കൾ ഉദ്ദേശിച്ചതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഭയങ്കര മഴയായിരുന്നു ഇതുവരെ എന്നൊക്കെ പറയുന്നു. എന്തായാലും നമുക്ക് ശ്രീ പ്രദീപ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾ എങ്ങനെയാണ് ഈ സീസൺ തുടങ്ങുന്നതിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ തരത്തിൽ പാളിപ്പോകുന്നു, അപ്പോൾ മുന്നൊരുക്കം വേണ്ട തരത്തിൽ ഉണ്ടായില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? പിന്നെ തീർച്ചയായിട്ടും നമ്മൾ 10,000 പേര് വരണമെങ്കിൽ 20,000 പേര് ഒരു കിലോ വേണം. മനസ്സിലായില്ലേ? നമ്മൾ 10,000 പേര് വരില്ല. കഴിഞ്ഞ പ്രാവശ്യം 5,000 പേര് വന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 10,000 പേര് ഉള്ളതെങ്കിൽ 20,000 പേര് തന്നെ ആ സെറ്റപ്പോടെ ഉണ്ടാക്കിയിരിക്കണം. അതുപോലെ കിള്ളിപ്പാലംകാരൻ ഈ മാധ്യമത്തെ കുറ്റം പറഞ്ഞതിന് അവരില്ലെങ്കിൽ പുറലാവ് അറിയത്. അവനെ ശ്രീജിത്ത് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ പുറത്തുനിന്ന് പറഞ്ഞിട്ട് വെക്കരുത്, ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പൊ നിങ്ങളൊക്കെ കാരണം നമ്മളിവിടെ അറിയണേ ഈ സംഭവം. അതുപോലെ സ്ത്രീ കുഴഞ്ഞു വീണ് മരിച്ചു. അവരെ ആംബുലൻസിൽ കൊണ്ടുപോകാൻ വേണ്ടി പമ്പയിൽ അന്വേഷിച്ചു, അവിടെ കിട്ടിയില്ല. പത്തനംതിട്ട ചെല്ലാൻ പറഞ്ഞു, അവിടെ ചെന്നിട്ട് കിട്ടിയില്ല. ലാസ്റ്റ് അവര് സേവാഭാരതിയുടെ വണ്ടി വിളിച്ചാൽ പോയത്. അത് ശരിയാണോ എന്ന് തൽക്കാലം എനിക്കറിയില്ല ശ്രീ പ്രദീപ്. അങ്ങനെ അവിടെ ആംബുലൻസ് സൗകര്യങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാൻ വഴിയില്ല, എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു വാർത്ത ഇതുവരെ ആംബുലൻസ് കിട്ടാത്ത സൗകര്യം പമ്പയ്ക്ക് താഴെ, പമ്പൈ മുതൽ താഴെ നിലയ്ക്കൽ വരെയുള്ള പ്രദേശവും താഴെയെല്ലാം ആംബുലൻസ് സൗകര്യം സ്ഥിരമായി ഉള്ളതാണ്. അല്ല, കിട്ടില്ല. എന്നിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ, അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടേ പറഞ്ഞു. അല്ല, അത് നമുക്ക് വ്യക്തമായി അറിയാത്ത ഒരു വിവരമാണ്. അതിന്റെ യാഥാർത്ഥ്യം ചിലപ്പോൾ താങ്കൾ പറഞ്ഞ പോലെയാണോ അല്ലയോ എന്നറിയില്ല. അറിയാത്ത കാര്യം നമ്മൾ അങ്ങനെ പറയുന്നത് വണ്ടി കിട്ടിയില്ല. അത് അങ്ങനെ വണ്ടി കിട്ടാതിരിക്കേണ്ട ഒരു വഴിയുണ്ടോ അവിടെയൊക്കെ? വണ്ടി കിട്ടിയില്ലെങ്കിൽ അയ്യപ്പന്മാരുടെ അടക്കം കാറുകളിലൊക്കെ വരുന്ന ഒരു മനുഷ്യർ, ഒരാൾ കുഴഞ്ഞു വീണ് കണ്ടാൽ അവരെ എടുത്തുകൊണ്ട് പോകാൻ കഴിയാത്ത അത്ര മാനുഷികത ഇല്ലാത്ത മനുഷ്യരൊന്നും അല്ലല്ലോ അയ്യപ്പന്മാരെ. ചോദിച്ചല്ലോ ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞും കൂടെ ഞാൻ വീഴ്ചയെ പറ്റി അന്വേഷിക്കട്ടെ. അല്ല പ്രദീപ, അങ്ങനെ ആംബുലൻസ് ഇല്ലെങ്കിൽ ഒരു അയ്യപ്പന്മാർ ഇറങ്ങിയിട്ട് അവരുടെ വണ്ടി വിട്ടുകൊടുക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ അയ്യപ്പനാന്ന് പറഞ്ഞ് എന്തിനാണ് ഈ ശബരിമലയിലേക്ക് വരുന്നത്? അവർ മറ്റു ഉത്സവത്തിനും പോയാൽ മതിയല്ലോ. ഒരു സ്ഥലത്ത് വരുമ്പോൾ ഒരാൾക്ക് ബോധം കെട്ടി കിടക്കുന്ന കണ്ടാൽ അവരെ ഇറങ്ങിയിട്ട് സ്വന്തം വണ്ടി വിട്ടുകൊടുക്കാൻ പോലും തയ്യാറായില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവര് അയ്യപ്പന്മാരായി വരുന്നത്? ദേവസ്വം ബോർഡിന്റെ ആംബുലൻസ് ഫ്രീ ആയിട്ട് അല്ല, ദേവസ്വം ബോർഡ് ആംബുലൻസ് ഫ്രീ ആണോ ഇല്ല ഞാനത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് ഒരു വണ്ടി കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആ വഴി കടന്നുപോയ എല്ലാ അയ്യപ്പന്മാരും ഉത്തരവാദികളാണ്. ആ അയ്യപ്പന്മാരിൽ ആരെങ്കിലും ഒരുത്തർക്ക്, കാറിൽ വരുന്ന എത്രയോ അയ്യപ്പന്മാരുണ്ട്, അവർക്ക് ആർക്കെങ്കിലും അവരുടെ കാർ വിട്ടുകൊടുത്തുകൂടെ? അതിന് പോലും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ വ്രതമെടുത്ത് ക്ഷേത്രത്തിലൊക്കെ പോകുന്നത്? എങ്ങനെ മരണപ്പെട്ട ആളെ കാർ കൊണ്ടുപോകണം? എങ്ങനെ മരണപ്പെട്ടതിന് ശേഷം? താങ്കൾ പറഞ്ഞ ആശുപത്രി കൊണ്ടുപോകാൻ കിട്ടിയില്ലെന്ന് പറഞ്ഞു. അല്ല, നാട്ടിലെത്തിക്കാൻ കിട്ടിയതാണ്. പത്തനംതിട്ട കൊണ്ടുപോയത്. അവിടെ ആംബുലൻസ് ഇല്ല. പണ്ടൊന്നും കിട്ടിയിട്ടില്ല പറഞ്ഞത്. പത്തനംതിട്ട ആംബുലൻസ് ഇല്ലാതെ എന്തായാലും എനിക്കറിയില്ല. എന്തായാലും താങ്കൾ എന്തായാലും അന്വേഷിച്ചതിന് ശേഷം നമുക്കറിയാം. ഞാൻ കരുതി ഏതോ ആരോ കുഴഞ്ഞു വീണിട്ട് അവരെ ആശുപത്രി കൊണ്ടുപോയി പമ്പയിൽ നിന്ന്, താങ്കൾ നേരത്തെ പമ്പയിൽ നിന്നാണ് പറഞ്ഞത്. എനിക്കറിയാത്ത താങ്കളുടെ പറഞ്ഞാണല്ലോ പമ്പയിൽ നിന്ന് വാഹനം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട അവസ്ഥയാണെന്നാണ് പറഞ്ഞത്. പമ്പയിൽ ആംബുലൻസ് ഇല്ലായിരുന്നു, പത്തനംതിട്ട കൊണ്ടുപോയി അവിടെ കിട്ടിയില്ല. ശരി, എന്തായാലും നമുക്ക് അത് അറിയാത്ത കാര്യത്തെ കുറിച്ച് എനിക്ക് തൽക്കാലം നിർവാഹമില്ല ശ്രീ പ്രദീപ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോയിട്ടുണ്ട്. ശ്രീ ഇടയം മുരളിയാണ്, കൊല്ലത്ത് നിന്നാണ്. ശ്രീ ഇടയം മുരളി, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ മണ്ഡല മകരവിളക്ക് ഉത്സവം പൊടുന്നനെ വന്നതല്ല, അതിങ്ങനെ ഉണ്ടാവുമെന്നും ചിലപ്പോൾ തിരക്ക് കൂടാമെന്നും പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവുമെന്നും ഒക്കെ മുൻകൂട്ടി അറിയാവുന്നതാണ്. കഴിഞ്ഞ തവണ നന്നായി നടത്തിയതുമാണ്. പക്ഷേ ഇത്തവണ എന്ത് പറ്റി? ഇതിന് പുറമെ പോയതാണോ നമ്മുടെ സ്വർണ്ണപ്പാളിക്ക്? നമസ്കാരം. നമസ്കാരം. പുതുതായിട്ട് ചാർജ് എടുത്ത വിജയകുമാർ ശബരിമലയുടെ പ്രസിഡന്റ് പരാജയം തന്നെയാണെന്നാണ് ആദ്യത്തെ സൂചനകൾ നൽകുന്നത്. അയ്യോ, അതെങ്ങനെയാണ്? ഒരു മെനഞ്ഞാന്ന് ചുമതലയേറ്റ ഒരാള് ഇന്ന് നടക്കുന്ന ഒരു ഉത്സവത്തിന് പരാജയമാണെന്നൊക്കെ എങ്ങനെയാണ് പറയുന്നത്? അദ്ദേഹം ഇന്നലെ ചാർജ് എടുത്ത ആളാണെങ്കിലും
ഈ ശബരിമലയെ പോലെ ഒരു ഒരു സ്ഥാപനത്തില് എങ്ങനെ ആയിരിക്കുമെന്നുള്ളൊരു അതെങ്ങനെയാണ് ശ്രീദേവ മുരളി? ഇത്രയും വലിയൊരു ഉത്സവം നടക്കുന്ന സ്ഥലത്ത് തൊട്ട് 2 ദിവസം മുമ്പ് ഒരാളെ ചാർജ് കൊടുത്തിട്ട് അയാളുടെ കുഴപ്പമാണ് ഇപ്പൊ നടന്നതെന്ന് പറയുന്നത്, അതെങ്ങനെ അത് അംഗീകരിക്കാൻ കഴിയില്ല ശ്രീദേവ? സാറ് എന്താണ് സാറ് പറയുന്നത്? പിന്നെ അല്ലാതെ അവിടെ ഒരുക്കം നടത്തേണ്ടത് ജയകുമാറാണ്, അതിന് മുമ്പ് ഇരുന്നവരല്ലേ ചെയ്യേണ്ടത്? സർക്കാരിന് ബോധ്യം വേണ്ടേ? ആ സർക്കാരിന് വേണം, അതെല്ലാം സംഭവിച്ചു. പക്ഷേ അതിന് ജയകുമാർ മോശക്കാരനാണെന്ന് എങ്ങനെയാണ് പറയുന്നത്? ഈ സീസൺ തുടങ്ങി അവസാന സമയത്ത് ഒരു കുഴപ്പമുണ്ടായാലും നമുക്ക് പറയാം അത് ജയകുമാറിന്റെ കുഴപ്പമാണെന്ന് പറയാം. അല്ലാതെ ഈ ഞാൻ ചാർജ് ഏറ്റെടുത്ത ആൾ ഇന്ന് നടന്ന കുഴപ്പത്തിനായിട്ട് തലയിൽ വെക്കാവോ? ഞാൻ കുഴപ്പമാണെന്ന് പറഞ്ഞില്ല, അദ്ദേഹം പരാജയമാണെന്നാണ് താങ്കൾ പറഞ്ഞത്. അതായത് നിയന്ത്രണങ്ങൾ സന്നിധാനത്ത് മാത്രം നടത്തിയാൽ പോരാ, പത്തനംതിട്ട ടൗൺ മുതല് അതുപോലെ വലിയ ജനത്തിരക്ക് അയ്യപ്പന്മാർ വരുന്ന ഭാഗങ്ങളിലെ നിയന്ത്രണങ്ങൾ വേണം. ഇത് സന്നിധാനത്ത് മാത്രം തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ എങ്ങനെ അവിടുത്തെ തിരക്ക് ഒഴിവാകും? സാറൊന്ന് പറഞ്ഞു തരൂ. ശരി, ഓക്കെ. എന്നാൽ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ അനഘയാണ് മാവേലിക്കരയിൽ നിന്നും. അനഘയ്ക്ക് എന്ത് തോന്നുന്നു? ഈ ശബരിമലയിൽ ഇങ്ങനെ ഒരു തിരക്ക് ഇന്ന് ഒരു തരത്തിലാണ് ആ തിരക്ക് നിയന്ത്രിച്ച് ആർക്കും അപകടമുണ്ടാവാതെ നിയന്ത്രിക്കാൻ കഴിഞ്ഞത്. അതിനെന്തായാലും ആ പോലീസ് സംവിധാനത്തെയൊക്കെ നമ്മൾ സമ്മതിക്കണം. അവർ കൈവിട്ടു പോയ സ്ഥലത്ത് നിന്ന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. പക്ഷേ അങ്ങനെ കൈവിട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാവരുതായിരുന്നു. അവിടെ എവിടെയാണ് വീഴ്ച പറ്റിയത്? തീർച്ചയായിട്ടും. കാരണം ഒരു മണ്ഡലകാലം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഈ മണ്ഡലകാലത്ത് ഇത്ര പേരെ വരുത്തുള്ളതിന് മുൻപ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അന്യ സംസ്ഥാനത്തിലുള്ള ആൾക്കാരാ കൂടുതലും. ഇപ്പൊ എനിക്ക് തോന്നുന്നു കൂടുതൽ ഇപ്പം ആ ഒരു തുടക്കത്തിലേ വരുന്ന അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും ഉണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ വരുന്ന ആൾക്കാർക്ക് അവർ ആവശ്യം, നമുക്ക് ഒരിക്കലും അവർ ഇടിയുള്ള അമ്പലത്തിൽ കയറ്റാൻ പറ്റാമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ഉള്ള സേഫ്റ്റി മെഷേഴ്സ് കൊടുക്കുക. ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാഷ്വാലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ 1-ലും 10-ലും ഒന്നും നിൽക്കത്തില്ല. കാരണം ഇത്രയും ആൾക്കാർ അവിടെ ഇത്രയും ആൾക്കാർ നിൽക്കുമ്പം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്കൊക്കെ പോകും. അപ്പം 8 മണിക്കൂറോളം ആൾക്കാരെ ക്യൂവിൽ നിന്ന് തന്നെ നമ്മൾ പോയി കാണുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും വെള്ളമില്ല, ഭക്ഷണമില്ല, കൊച്ചുകുട്ടികൾ കിടന്ന് ഭയങ്കരമായിട്ട് കരയുന്നു. അവർക്കൊരു ട്രോമ പോലെ ആയി പോവായിരിക്കോ എന്ന രീതിയിലായി പോവായിരിക്കും. അതുകൊണ്ട് സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ ആ പ്രിക്കോഷൻസ് എടുക്കണം. ഒരാൾക്ക് ഒരു അബദ്ധം വന്നതിന് ശേഷം നമ്മൾ നാളെ പ്രിക്കോഷൻ എടുക്കുന്നതിനെക്കാട്ട് നല്ലത് നമ്മൾ പ്രിക്കോഷൻ എടുക്കുക. കാരണം ശബരിമല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹോൾമാർക്ക് തന്നെയാണ്. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. വരുന്ന ആൾക്കാർക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള സൗകര്യങ്ങൾ കൊടുക്കുക. ഇതൊരു വീഴ്ചയാണ്. ഇത് മുന്നോട്ട് അത് അവർ പരിഹരിക്കട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. ശരി, അത് തന്നെയാണ് വീഴ്ച അംഗീകരിച്ച് അതിന് ഇനി ഉണ്ടാവരുത്, വരും ദിവസങ്ങളിൽ അത് ഉണ്ടാവരുത്. അത്തരത്തിലേക്കുള്ള മുൻകരുതലാണ്. അത്തരത്തിലേക്കുള്ള മുൻകരുതൽ തീർച്ചയായും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായും അതിനെ ആ സമയത്ത് അംഗീകരിക്കും. അത് അങ്ങനെ തന്നെയാണ് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തോടുകൂടി ചെയ്യേണ്ടത്. അങ്ങനെ തന്നെയാണ്. ഒരു വീഴ്ചയൊക്കെ ചിലപ്പോൾ പറ്റാം, പക്ഷെ അത് പറ്റിപ്പോയി കഴിഞ്ഞാൽ അത് അംഗീകരിക്കാനും തിരുത്താനും തയ്യാറാവുക എന്നതാണ്. അത്തരം ഒരു മാർഗം തന്നെയാണ് ശ്രീ ദേവസ്വം ബോർഡിൻ്റെ പുതിയ പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞത്. മുന്നൊരുക്കത്തിൽ അഭാവങ്ങളുണ്ട്, അതുകൊണ്ട് അത് തിരുത്തും എന്ന് തന്നെയാണ്. അല്ലാതെ ന്യായീകരണമല്ല അദ്ദേഹം നിർത്തിയത് എന്നതുകൂടി ഒരു പ്രത്യേകതയായി തന്നെ കാണാം. അടുത്ത പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരം. സാധാരണഗതിയിൽ ഉള്ള കഴിഞ്ഞും കൂടുതൽ ആൾക്കാർ ഇപ്രാവശ്യം വന്നു. ഒന്ന്, പിന്നെ കേന്ദ്രസേനയായ CRPF-ഉം NDRF-ഉം ഇപ്രാവശ്യം ഇവിടെ ശബരിമലയിലേക്ക് വന്നിട്ടില്ല. കേരള ആംഡ് പോലീസ് മാത്രമാണ് നിയന്ത്രിക്കാനുണ്ടായിരുന്നത്. അങ്ങനെ കേന്ദ്ര പോലീസ് അല്ല നിയന്ത്രിക്കുന്നത്, സംസ്ഥാന പോലീസാണ്. കേന്ദ്ര പോലീസ് വന്നു കഴിഞ്ഞാൽ അവരെ എന്തെങ്കിലും അപകടമുണ്ടായാൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനപ്പുറത്തേക്ക് നിയന്ത്രണ ചുമതല സംസ്ഥാന പോലീസ് തന്നെയാണ്. അതെ, കേരള ആംഡ് പോലീസാണ് അപ്പൊ ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. അവർക്ക് വേണ്ടത്ര പരിശീലനം ഇല്ലാത്തവരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുടിവെള്ള പ്രശ്നം, അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച സംഭവിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് സർക്കാർ മുൻകൂട്ടി കാണണമായിരുന്നു. ഇതാണ് എനിക്ക് ഇതിൽ പറയാനുള്ള അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു തിരക്കുണ്ടാകുന്ന സ്ഥലങ്ങളിൽ എന്തെല്ലാം ഉണ്ടാവാം എന്നത് മുൻകൂട്ടി കാണണമായിരുന്നു. കണ്ട് അതിന് സൗകര്യങ്ങൾ ചെയ്യേണ്ടത് തന്നെയായിരുന്നു. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? വേണ്ടത്ര മുന്നൊരുക്കം അവിടെ ഉണ്ടായില്ലേ? നമസ്കാരം. നമസ്കാരം. ഈ സമയത്ത് ഈ കള്ളന്മാർ വല്ലതും കക്കുവാൻ ശ്രമിക്കുന്നുണ്ടോ നോക്കണ്ടു. കേരളത്തിലെ ഇടതുപക്ഷ കള്ളന്മാർ, അമ്പല കള്ളന്മാർ, ഇവര് വല്ലതും ഈ പ്രയാസം ഉണ്ടാക്കി ആ സമയത്ത് വല്ലതും കട്ട് കൊണ്ടുവന്നുണ്ടോ നോക്കണം. കാട്ട് കള്ളന്മാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അമ്പല കള്ളന്മാർ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി ഇതിന്റെ പിറകിൽ കൂടി നാളെ കട്ടുപോയത് എന്താന്ന് പരിശോധിക്കണം. ഇടതുപക്ഷ ജനാധിപത്യ കമ്മ്യൂണിസ്റ്റ് കള്ളന്മാർ, അത്രേ പറയാം. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് താങ്കളുടെ മനസ്സിലുള്ള രാഷ്ട്രീയ വിരോധം
ഇതേ ഇടതുപക്ഷക്കാരൊക്കെ സമരം ഇവർ അതിന്റെ നേതാക്കൾ കൂടി സമരം ചെയ്തിട്ടാണ് ഈ നാട്ടിൽ അമ്പലത്തിങ്ങളൊക്കെ സാധാരണക്കാരായ മനുഷ്യർക്ക് കയറാൻ അവസരം ഉണ്ടായിരുന്നത്. അന്ന് താങ്കൾ പറഞ്ഞ ആളുകളുടെ ആശയങ്ങളൊക്കെ പേറുന്ന മനുഷ്യരൊക്കെ അന്ന് അങ്ങനെ പാവപ്പെട്ടവനെ, ദരിദ്രനെ, അല്ലെങ്കിൽ ഈ നാട്ടിലെ ജാതീയമായി താഴ്ന്നവരെന്ന് അവർ മുദ്ര കുത്തിയിരുന്ന ആളുകളെയൊക്കെ കയറ്റേണ്ട ആചാരങ്ങൾ എല്ലാം സംരക്ഷിക്കപ്പെട്ട് പോരണം എന്നുള്ള നിലപാടുകാരായിരുന്നു അവർ. ഇന്നും അങ്ങനത്തെ നിലപാടൊക്കെ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് അങ്ങനെ താങ്കൾ ആവർത്തിച്ച് കള്ളന്മാർ എന്ന് പറയേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ആരാണ് അമ്പലത്തിൽ കൂടുതൽ അധികാരത്തിലുണ്ടായിരുന്നതെന്നും കൂടുതൽ കട്ടുകൊണ്ട് പോയിട്ടെന്നുള്ളതൊക്കെ നാട്ടുകാർക്കറിയാം. ഇതിൽ വീഴ്ചയുണ്ട്, വീഴ്ചയായി തന്നെ അംഗീകരിക്കുകയും ചെയ്യണം. നാട്ടുകാരെ താങ്കൾ വിശ്വാസം പഠിപ്പിക്കണ്ട. താങ്കൾ പഠിപ്പിക്കേണ്ട കാര്യമുണ്ട്. എനിക്ക് ഈ നാടിന്റെ ചരിത്രം അറിയാം. ഈ നാടിന്റെ ചരിത്രത്തിൽ ആരാണ് ഈ നാട്ടിലെ സാധാരണക്കാരനായ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനത്തിന് അനുവാദം ഉണ്ടാക്കി കൊടുത്തത്? അത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാരായിരുന്നു? താങ്കൾ പറ. മനസ്സിലായോ? താങ്കൾ പറയൂ. എതിരായുള്ള താങ്കളുടെ പാർട്ടിയുടെയും താങ്കളുടെ ഒരു പാർട്ടി മാത്രമല്ല സാർ, അത് ഒരു പാർട്ടി മാത്രമല്ല. താങ്കൾ വിശ്വസിക്കുന്ന ഐഡിയോളജിയിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനെതിരായിട്ടുള്ളത്. അല്ലാതിരുന്ന പാർട്ടിക്കാരെല്ലാവരും അതിനെതിരായിരുന്നു. അവർ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെ കൂടെയാണ് നിന്നത്. താങ്കൾക്ക് ഭയങ്കര വിരോധമുണ്ട് കമ്മ്യൂണിസത്തിനെതിരായിട്ട് സംസാരിക്കുമ്പോ. മനസ്സിലായോ? താങ്കൾ ഉരക്കേട് പറയുമ്പോൾ പിന്നെ സ്വാഭാവികമായി മറുപടി പറയേണ്ടി വരില്ലേ? താങ്കൾ ഒരു തവണ കള്ളൻ എന്ന് പറഞ്ഞു പിന്നീട് അത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും തെളിവുണ്ടോ? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരാണ്, കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലാണ് ഏതെങ്കിലും അമ്പലക്കൊള്ളൻ വന്നതിൽ താങ്കളുടെ മുഖത്ത് നോക്കി കമ്മ്യൂണിസ്റ്റ് കാട്ട് കള്ളന്മാർ. താങ്കൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെ ആളുകൾ എന്തെല്ലാം വിളിക്കും ആളുകളെ. സ്വർണം കെട്ട വാസു എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ പേരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്നും കട്ടോ കട്ടില്ലയോ എന്നുള്ളതൊന്നും കോടതി ഒന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. കോടതി തെളിയിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെയാണെന്ന് പറയാം. അല്ലാതെ ഒരാളും കള്ളനാണെന്ന് ഞങ്ങൾക്ക് പറയാനാവില്ല, ഇന്ത്യൻ നീതി സംവിധാനത്തിന് പറയാനാവില്ല. ബാലകൃഷ്ണനുള്ള എല്ലാവിധ അവകാശങ്ങളും തന്നെ വാസുവിന് ഇപ്പോഴും ഉണ്ട്. ബാലകൃഷ്ണനുള്ള എല്ലാവിധ കാര്യങ്ങളും വാസുവിനും ഉണ്ട്. അസഭ്യമായ ഭാഷയിൽ പ്രതികരിക്കും. കമ്മ്യൂണിസ്റ്റുകാരനായ അമ്പലക്കള്ളൻ വാസുവിനെയും അങ്ങനെ വിളിക്കാൻ കഴിയില്ല ശ്രീ ബാലകൃഷ്ണൻ. ബാലകൃഷ്ണനും ഇങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞുകൂടെ? വിശ്വാസികൾക്കെതിരാണ്. എങ്ങനെയാണ് വിശ്വാസികൾക്കെതിരാവുന്നത്? ശബരിമല വിശ്വാസികൾക്ക് താങ്കൾക്ക് എന്താ പൊള്ളുന്നുണ്ടോ? എനിക്ക് താങ്കൾ കള്ളം പറഞ്ഞാൽ പൊള്ളുകയല്ല, കള്ളം പറയുമ്പോൾ എനിക്ക് ചിരി വരികയാണ് ചെയ്യുന്നത്. ശബരിമല വിശ്വാസികൾക്കറിയാം. താങ്കളുടെ മനസ്സിലെ അന്ധതയോർത്ത് എനിക്ക് ചിരി വരും പലപ്പോഴും. വിശ്വാസികളുടെ വിശ്വാസത്തെ താങ്കൾ അളക്കാൻ വരണ്ട. താങ്കൾക്ക് അളക്കാൻ പറ്റില്ല. താങ്കളുടെ പ്രസ്ഥാനത്തിന് അളക്കാൻ പറ്റില്ല. എനിക്ക് അളക്കാൻ പറ്റുമോ എന്ന് അറിയണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ വിശ്വാസികളുടെ പക്ഷമോ അവിശ്വാസികളുടെ പക്ഷമോ ഒന്നുമല്ല. വിശ്വാസികൾ അട്ടിത്തറവാശം ന്യൂസ് എയ്റ്റിൽ കൂടി തന്നിട്ടില്ല. അവസരം തരണം. ബാലകൃഷ്ണൻ കുറെ കൂടിയൊക്കെ ചിന്തിക്കുമ്പോൾ ചരിത്രമൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുന്നത് ബാലകൃഷ്ണൻ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ വിഷയത്തിൽ? യഥാർത്ഥത്തിൽ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുന്നതിൽ വീഴ്ച, അതിന്റെ ഒരു പാളിച്ച ഉണ്ടായിട്ടില്ലേ? തീർച്ചയായിട്ടും സാർ, ഇത് ഒരു പാളിച്ച തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം നേരത്തെ കാര്യങ്ങൾ അറിയാനുള്ള ഒരു സംവിധാനം ഉണ്ടെന്ന് നിലവിൽ CCTV ക്യാമറകളും മറ്റുള്ള കാര്യങ്ങളും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 2 സീസണിൽ ഞാൻ ശബരിമലയിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഒരു 20 വർഷം മുമ്പ് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഈ ശബരിമല പമ്പ റൂട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പ ഇരുന്ന് കാണാൻ കഴിയുന്ന ഒരു സംവിധാനം അന്നേ ഉണ്ട് പമ്പയില്. അപ്പൊ ഈ എവിടെയൊക്കെ ആളുകളുണ്ട്, അപ്പൊ അതനുസരിച്ച് നിയന്ത്രിച്ച് നിലയ്ക്കലും പമ്പയിലും ആളുകളെ ക്രമീകരിക്കാനുള്ള ഒരു സംവിധാനം ഇന്ന് നമുക്ക് നാട്ടിൽ നിലവിലുണ്ട്. അത് ഫലപ്രദമായിട്ട് വിനിയോഗിച്ചില്ല എന്നുള്ളതൊരു പോരായ്മ തന്നെയാണ്. അത് നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, നമ്മളിപ്പോ അതിനൊരു കാരണം, അതായത് ഈ സന്നിധാനത്ത് 18-ാം പടിയിൽ അവിടേക്ക് ക്രമീകരിച്ച് ഭക്തരെ കടത്തിവിടാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അവിടേക്ക് എത്തുന്നതിന് മുമ്പ് 2, 3, 4 ഘട്ടങ്ങളിലൊക്കെ ക്രമീകരിച്ച് കടത്തിവിടാനുള്ള സംവിധാനം നമ്മൾക്ക് നാട്ടിൽ നിലവിലുണ്ട്. അത് ഫലപ്രദമായിട്ട് വിനിയോഗിച്ചില്ല. അതുകൊണ്ടാണ് ഈ ആൾക്കൂട്ടം ഇങ്ങനെ വന്നത്. അതൊന്ന്. പിന്നെ ശബരിമലയിലെ സൗകര്യത്തെ കുറിച്ച് ഒരു വാക്ക് പറയാൻ സാർ എന്നെ അനുവദിക്കണം. ഇന്നാളത് അനുവദിച്ചില്ല. അതായത് പമ്പയില് സന്നിധാനത്തുള്ള ഗസ്റ്റ് റൂമുകളിലൊക്കെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ്. പക്ഷെ പൊതുവായിട്ടുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇല്ല. അത് ഞാൻ ഇപ്പൊ കുറച്ചു പേർക്ക് ലെറ്റർ എഴുതി അറിയിച്ചിട്ടുണ്ട്. അതായത് ഡോർ ഉള്ളതിന് കുറ്റിയില്ല. ഞാൻ നാളെ പറഞ്ഞില്ലേ, കുറ്റിയും ഡോറും ഉള്ളതിന് ക്ലോസറ്റ് ഇല്ല, ക്ലോസറ്റും ഡോറും കുറ്റിയുള്ളതിന് വെള്ളമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പമ്പയിലും സന്നിധാനത്തും ശുചിമുറികൾക്കുള്ളത് നിലവിലുള്ളത്. അത് അധികാരികളൊന്ന് ശ്രദ്ധിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് നിർത്താൻ അനുവദിക്കണം. അതായത് 18-ാം പടി കയറാൻ മിനിറ്റിൽ 75 or 80 പേരെ കയറ്റി വിടുന്നത് പോലെ തന്നെ 18-ാം പടി കഴിഞ്ഞ് ദർശനം കഴിഞ്ഞവർ താഴേക്ക് ഇറങ്ങി വിടാനും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതിനകത്തൊരു ഭയങ്കര തിരക്ക് വരും ഇപ്പൊ ഈ ശ്രീകോവിലിന് ചുറ്റും. അപ്പൊ അതും കൂടി നിയന്ത്രിച്ച കുറച്ച് ഒരു സമാധാനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണേ.
അതായത് ദർശനം 18-ാം പടിക്ക് താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. കയറുന്നത് ശ്രീ പ്രസന്നൻ, ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്, ഈ ശബരിമല സീസണിൽ തുടക്കത്തിൽ തന്നെ പാളിച്ചകൾ വ്യക്തമാകുന്നു. എന്തായാലും കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഇന്നത് പരിഹരിക്കപ്പെട്ടു. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം കിരൺ ബാബു. നമസ്കാരം. ഇപ്പോൾ നിങ്ങളെ ചർച്ചകൾ കേട്ടു. സത്യത്തിൽ തുടക്കത്തിൽ തന്നെ സർക്കാരിന് പാളി. അത് പാളാൻ പാടില്ല. ഒരു സമുദായത്തിന്റെ മാത്രം എല്ലാ വിഷയങ്ങളും എപ്പോഴും പാളുന്നു. അതുകൂടാതെ പത്മകുമാറിന്റെയും വാസുവിന്റെയും ഒക്കെ പ്രശ്നം ചർച്ചയിൽ നിൽക്കുന്നു. അപ്പൊ സർക്കാർ ഏതോ ഒരു രീതി പേടിച്ചോ അതോ അയ്യപ്പൻ പേടിപ്പിച്ചോ എന്ന് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ പാളി എന്നുള്ളത് ഇപ്പോഴത്തെ പ്രസിഡന്റ് ജയകുമാർ സാർ തന്നെ പറയുന്നുണ്ട്. അയ്യോ, അവിടെ എന്തോ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അവിടുത്തെ ചാർജുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല, മാധ്യമങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് കുറച്ചു മുമ്പ് മാധ്യമങ്ങൾക്ക് അദ്ദേഹം ഒരു വാണിംഗ് തരുന്നുണ്ട്. ഇതിനകത്ത് ഏതാണ് സത്യം സത്യത്തെ അറിയാൻ പറ്റുന്നില്ല. പക്ഷെ എന്തായാലും നേരത്തെ അറിയാം വൃശ്ചികം 1 ആണെന്നും വൃശ്ചികം 1 ഇത് മണ്ഡലകാലം തുടങ്ങുകയാണെന്നും ഒക്കെ കൃത്യമായി അറിയാം. പക്ഷെ അതൊന്നും അറിയാത്ത രീതിയിൽ സർക്കാർ മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ശരിയല്ല. സർക്കാർ ഒന്നും കൂടി ശ്രദ്ധിക്കണം. ഈ സ്വർണ്ണപ്പാളി വിഷയമൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ പഴയ കാര്യം. പുതിയതായിട്ട് വരുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുമല്ല, സർക്കാരിന്റെ ഈ ഹൈന്ദവ മത വിശ്വാസികളുടെ ഏറ്റവും പുണ്യസ്ഥലം എന്ന് ഉള്ളത് കൂടാതെ സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഒരു സ്ഥലവും കൂടിയാണ്. സർക്കാരിന് വിശ്വാസമില്ലായിരിക്കും. വിശ്വാസമില്ലാത്ത സർക്കാർ വിശ്വാസികളെ സർക്കാരിന് വരുമാനം ഉണ്ടോ? പിന്നെ സർക്കാരിന് എന്താണ് വരുമാനം? കേട്ടില്ല. എങ്ങനെ? സർക്കാരിന് എന്താണ് അങ്ങനെ ഒരു വരുമാനം? സർക്കാരിന്റെ ചെലവല്ലാതെ ശബരിമല കൊണ്ട് സർക്കാരിന് എന്തെങ്കിലും വരുമാനം ഉണ്ടോ? ആര് പറഞ്ഞ കിരൺ? കൃത്യമായി സർക്കാരിന് ചെലവ് കോടിക്കണക്കിന് രൂപ വരുമാനമായി വ്യക്തമാക്കാവോ? സർക്കാരിന് എങ്ങനെയാണ് വരുമാനം ഉണ്ടാകുന്നത്? ഭക്തരുടെ കയ്യിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളെ നമ്മുടെ സംസ്ഥാനങ്ങളിലെ ഭക്തന്മാര് വരും. മീൻസ് ഒരാളൊരു ചായ കുടിക്കുന്നത് പോലും സർക്കാരിന് കിട്ടുന്ന സമൂഹത്തിനാകെ ഉണ്ടാകുന്ന വരുമാനമാണ്. അത് ചായ കുടിക്കുന്നത് ഹോട്ടലിൽ കഴിക്കുന്നതൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ച സർക്കാരിന് പ്രത്യേകമായി ചായ കുടിക്കുന്നത് ഹോട്ടലിന്റെ ബില്ലിൽ നിന്നുണ്ടാവുന്ന നികുതിയോ അല്ലെങ്കിൽ അതല്ലാതെ സർക്കാരിന് നേരിട്ടൊരു വരുമാനം ശബരിമല കൊണ്ട് എന്താണ് ഉണ്ടാവുന്നത്? അല്ലല്ല, ആ ബില്ലിൽ ഒരാളെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരാളൊരു ചായ കുടിക്കുന്ന ഒരു ഹോട്ടലിൽ അതിന് GST ബില്ലില് അല്ല, അത് ഞാൻ സമ്മതിച്ചു. ബിനോയ് പറഞ്ഞത് സർക്കാർ ശബരിമല കൊണ്ടുണ്ട്. അവിടെ ആള് കൂടുന്ന ഏത് സ്ഥലത്തും അങ്ങനെ ആ തരത്തിലേക്കുള്ള വരുമാനം സർക്കാരിനും സമൂഹത്തിനും ഒക്കെ ഉണ്ടാവാറുണ്ട്. അല്ലാതെ സർക്കാരിന് ശബരിമല കൊണ്ട് ഏതെങ്കിലും തരത്തിൽ സർക്കാർ ചെലവഴിക്കുന്ന കാശ് വെച്ച് കണക്കൂട്ടി വെക്കുമ്പോൾ ശതമാനം അതുപോലും നികുതി ഇനത്തിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏത് രീതിയിലായാലും പ്രത്യക്ഷമായും പരോക്ഷമായും സർക്കാരിന് പൈസ കിട്ടുന്ന ഒരു സമ്പ്രദായമാണ് ശബരിമല. അത് താങ്കൾ ആദ്യം മനസ്സിലാക്കി. 2, ഈ ശബരിമലയിൽ ഇപ്പൊ ഈ കോടിക്കണക്കിന് രൂപ ഈ സർക്കാർ അടിച്ചോണ്ട് പോയില്ലേ? സ്വർണം അടിച്ചോണ്ട് പോയതിനകത്ത് ഉത്തരവാദി സർക്കാരല്ലേ? അപ്പൊ സർക്കാരിന് പിൻവാതിലിലൂടെയും മുൻവാതിലിലൂടെയും എല്ലാം പൈസ കിട്ടുന്നതല്ലേ? പിന്നെ സർക്കാരിന് തെളിയാനുള്ള കാരണം ഞാൻ ചോദിച്ചത്, താങ്കൾ സാധാരണഗതിയിലൊക്കെ ഇങ്ങനെ കുറെ ആളുകൾ കുറെ കാലം കൊണ്ട് ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഈ ശബരിമലയിൽ ഇടുന്ന പൈസ എല്ലാം സർക്കാരിന് കിട്ടുകയാണ്, സർക്കാർ അതെടുത്താണ് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അതല്ല എന്ന് 100 തവണ പറഞ്ഞാലും പിന്നെയും പ്രചരിപ്പിക്കുന്ന ഒരു ചില പ്രത്യേക രാഷ്ട്രീയ ആശയക്കാരുണ്ട്. അവരറിഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നതാണ്, കള്ളം പറയുന്ന ഒരു ശീലമാക്കി പ്രചരിപ്പിക്കുന്നതാണ്. അപ്പൊ അതേറ്റ് പറഞ്ഞുകൊണ്ട് താങ്കളും അതേറ്റ് പറയുന്നത് പോലെ തോന്നിയത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഞാൻ കിരണോട് ചോദിക്കട്ടെ, സർക്കാരിന് ശബരിമലയിൽ നിന്ന് പൈസ ഒന്നും കിട്ടുന്നില്ല അല്ലേ? ശബരിമലയിൽ നിന്ന് ഭക്തരിടുന്ന ഏതെങ്കിലും ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വരുമാനത്തിൽ സർക്കാരിന് നയാ പൈസയും സർക്കാരിന് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കിരണിന് അയച്ചു തരാം. സർക്കാർ ശബരിമലയിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ശബരിമലയിൽ വരുന്ന ഭക്തർ വഴിയിൽ നിന്ന് കുടിക്കുന്ന ചായയുടെയോ അല്ലെങ്കിൽ വഴിയിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെയോ, അവർ പന്തളത്തിറങ്ങി താമസിച്ചാൽ ഒരു ഹോട്ടലിൽ താമസിച്ചാൽ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന നികുതിയോ അതിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വരുമാനത്തിൽ ഏതെങ്കിലും ഒരു പങ്ക് സർക്കാർ എടുക്കുന്നില്ല, സർക്കാരിന് അത് കിട്ടുന്നില്ല. സർക്കാരിന് ശബരിമല ക്ഷേത്രത്തിന് ഉത്സവത്തിന് വേണ്ടി അത് ഏത് സർക്കാരിരുന്നാലും, താങ്കളുടെ പാർട്ടി ഭരിക്കുന്ന സർക്കാരിരുന്നാലും അവർ അങ്ങോട്ട് ചെലവഴിക്കുന്നതല്ലാതെ ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുന്നില്ല. അതൊരു തെറ്റായ വിശ്വാസമാണ്, അല്ലെങ്കിൽ തെറ്റായ ധാരണയാണ്. അങ്ങനെയൊന്നുമില്ല. ഉറപ്പാണല്ലേ? 100% ഉറപ്പാണ്. ശബരിമല ക്ഷേത്രത്തിലിടുന്ന പണത്തിൽ നിന്ന് നയാ പൈസ പോലും സർക്കാരിന് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, സർക്കാരിന്റെ സംവിധാനങ്ങളാണ് ഈ ക്ഷേത്രത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് മുഴുവൻ. അത് സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചല്ലേ പറ്റൂ. അല്ല, അത് ഉപയോഗിക്കാൻ പറ്റും. ഞാനതാ ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്. സർക്കാരിന്റെ പണം തന്നെയാണ് അവിടെ റോഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നതും, അവിടത്തേക്ക് ആരോഗ്യ സംവിധാനങ്ങൾ ഒരുക്കുന്നതും, അവിടത്തേക്ക് പോലീസുകാരെ വിടുന്നതും, അവിടത്തേക്ക് മറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതും, എല്ലാ കാര്യങ്ങളും ഒരുക്കുന്നത് സർക്കാരിന്റെ സംവിധാനത്തിൽ തന്നെയാണ്. സർക്കാരിന്റെ അക്കാര്യത്തിൽ ചെലവല്ലാതെ ഏതെങ്കിലും തരത്തിൽ വരുമാനമില്ല. അത് ശബരിമലയിൽ മാത്രമല്ല കിരണേ. അല്ല, അത് എവിടെയായാലും അങ്ങനെ തന്നെ. ഞാൻ ശബരിമലയുടെ കാര്യമല്ല പറഞ്ഞു. ശബരിമല കേന്ദ്രീകരിച്ചാണല്ലോ ഈ കള്ളം പ്രചരിപ്പിക്കപ്പെടുന്നത്.
ശബരിമലയിൽ ഇടുന്ന പണമെല്ലാം അതാത് കാലത്ത് സർക്കാരുകൾ എടുത്തുകൊണ്ട് പോവുകയാണെന്ന് പറയുന്നല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത്. താങ്കൾ ഒരു കോൺഗ്രസ്സുകാരനായ താങ്കൾ അത്തരം ഒരു ആരോപണം ഏറ്റു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്. ഒരു കള്ളവും പറയുന്നില്ല. ശബരിമലയെ വേണ്ട രീതിയിൽ പരിപാലിക്കുന്നില്ല. അതൊക്കെ പറഞ്ഞു. ഞാൻ അതിലൊന്നും വേണ്ട രീതിയിൽ പരിപാലിച്ചെന്ന് പറയുന്നില്ല, പരിപാലിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാനും അങ്ങനെ തന്നെയാണല്ലോ. ഒന്നും നടന്നിട്ടില്ല. അവിടുത്തെ സ്വർണ്ണപാളി ഒന്നും പോയിട്ടില്ല. വെറുതെ ഈ പത്രക്കാർ പറയുന്നതല്ലേ. ശരി ബിനോയ്, ഞാൻ ആ വിഷയത്തിലൊന്നുമല്ല തർക്കിച്ചത്. താങ്കളുമായി ഒറ്റ വിഷയത്തിൽ മാത്രമാണ് തർക്കിച്ചത്. അവിടുത്തെ പണം സർക്കാർ എടുക്കുന്നു എന്ന വിഷയത്തിൽ മാത്രമാണ്. അല്ലാതെ സ്വർണ്ണപ്പാളിയുടെ വിഷയത്തിലും അല്ലെങ്കിൽ അവിടെ സൗകര്യം ഒരുക്കിയുള്ള വിഷയത്തിലൊന്നും എനിക്ക് അങ്ങനെ മറിച്ച അഭിപ്രായമൊന്നുമില്ല. താങ്കൾ പറഞ്ഞ അഭിപ്രായം തന്നെയാണുള്ളത്. ശരി, ഞാൻ താങ്കൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അയച്ചു തന്നെ. എനിക്ക് അയക്കണമെന്നില്ല, താങ്കൾ തന്നെ എടുത്ത് പഠിച്ചാൽ മതി. ഞാൻ താങ്കൾക്ക് കൂടി ഒന്ന് അയച്ചു തന്നേക്കാം. ശരി, ഓക്കെ, അയച്ചു തന്നോളൂ. ശ്രീ രാജനാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ രാജൻ, ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന്, ദേവസ്വം വകുപ്പിന്റെ ഭാഗത്തു നിന്നൊക്കെ ആ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? സാറേ, മാക്സിമം അവിടെ ഒരു ദിവസം ദർശനം കാണാൻ പറ്റുന്നത് 80,000 85,000 പേർക്ക്. ആ 2 ലക്ഷം പേർ ഒറ്റ ദിവസം തന്നെ വന്നാൽ എന്ത് ചെയ്യും ഗവൺമെന്റ്? അല്ലെങ്കിൽ പോലീസുകാർ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ജയകുമാർ എന്ത് ചെയ്യും? അത് ആ തിരക്ക് നിയന്ത്രിച്ച് കയറ്റി വേണം, അല്ലാതെ അതിനപ്പുറത്തൊന്നുമില്ല. ആ തിരക്ക് നിയന്ത്രിക്കാൻ ഇപ്പൊ നിയന്ത്രിച്ചല്ലോ. അതിപ്പോ ഒറ്റ സന്നിധാനത്ത് വന്നിട്ടല്ല നിയന്ത്രിക്കേണ്ടത്. ആളുകൾ പെട്ടെന്ന് സന്നിധാനത്തേക്ക് വന്നിറങ്ങുകയല്ല. അവർ പന്തളം മുതൽ നിയന്ത്രിക്കാൻ സംവിധാനങ്ങളുണ്ട്. അല്ലാതെ ഒരു റോഡ് മാത്രമേ ഉള്ളൂ. അല്ലാതെ 1000 റോഡിൽ കൂടെ വന്ന് ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് കയറുക എല്ലാവരും. അതാ പിന്നെ രണ്ടാമത്തെ കാര്യം. ഇവര് പറഞ്ഞു ഭക്തജനങ്ങൾ നടത്തണമെന്ന്. പിന്നെ ബാലകൃഷ്ണനൊക്കെ പറയുന്നത് കേട്ടു. ബോംബെയിൽ ഒരു വലിയൊരു മന്ദിരമുണ്ട്, സിദ്ധിവിനായക് എന്ന് പറയും. മഹാവിഷ്ണുവിന്റെ ക്ഷേത്രമാണ്. അവിടെ 2021 7 പേരെ അറസ്റ്റ് ചെയ്തത്. 7 കോടി മുതൽ 50 കോടി വരെ മോട്ടിച്ച് 7 പേരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോഴും അവർ ജയിലിൽ കിടക്കുക. ഭയങ്കര ഭക്തരാ അവര്. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ രാമമന്ദിരം ഉദ്ഘാടനം ചെയ്ത അന്ന് അതിന്റെ ആദ്യത്തെ പൂജയ്ക്ക് കാണാൻ വേണ്ടി ആൾക്കാർ തിക്കും തിരക്കും കൂടി 17 പേര് മരിച്ചു. ഭയങ്കര നിയന്ത്രണമായിരുന്നു അവിടെ. എന്നിട്ട് എന്ത് സംഭവിച്ചു? അമിത്ഷായും പിന്നെ എന്താ പ്രധാനമന്ത്രിയും കൂടെ നിന്ന് നിയന്ത്രിക്കുകയായിരുന്നു. എന്നിട്ടെന്താ അവിടെ സംഭവിച്ചത്? പിന്നെ ഈ ഇതിനു മുമ്പ് പറഞ്ഞ ആള് പറഞ്ഞ ആ കണക്ക് എനിക്ക് ശരിയായിട്ട് ഞാൻ ഇപ്പൊ നോക്കുമായിരുന്നു. 306 കോടിയാ കഴിഞ്ഞ വർഷത്തെ വരുമാനം. 370 കോടി രൂപ വേണം അവർക്ക് ശമ്പളം കൊടുക്കാൻ. ഈ പിന്നെ നാട്ടിലെ അമ്പലങ്ങളിലുള്ള പൂജാരിമാർക്കും അവർക്കെല്ലാം ശമ്പളവും പെൻഷനും എല്ലാം കൂടെ കൊടുക്കാൻ. പാവപ്പെട്ട ആൾക്കാർ അടയ്ക്കുന്ന പെൻഷൻ ഇൻകം ടാക്സിൽ നിന്നാണ് ഈ പൈസ കൊടുക്കുന്നത്. വേണ്ടാത്ത കാര്യം പറയില്ലെന്ന് പറയുന്ന ആൾക്കാരോട്. ഓക്കെ സാറേ, അത്രേ പറയാനുള്ളൂ. പ്രതികരിച്ചത് ശ്രീമതി ജയാണ് കൊല്ലത്ത്. ശ്രീമതി ജയ, ഈ ശബരിമലയിലെ മുന്നൊരുക്കത്തിൽ പാളിച്ചകൾ ഉണ്ടായോ? നമസ്കാരം കിരൺ. നമസ്കാരം. തീർച്ചയായിട്ടും മുന്നൊരുക്കത്തിൽ ഭയങ്കര പാളിച്ച തന്നെയാണ്. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പേ വരെ അവിടെ ചൂടുവെള്ളം, ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ്, മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുമായിരുന്നു. പെട്ടെന്ന് അതങ്ങ് നിർത്തി. അപ്പൊ ആൾക്കാർക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അതൊന്നും പരിഹരിക്കാതെ ഇന്നലെ വൃശ്ചിക 1 മെനഞ്ഞാന്നല്ലല്ലോ അറിഞ്ഞത്. അപ്പൊ 2 ആഴ്ചക്ക് മുന്നേ ഈ മുന്നൊരുക്കങ്ങളെല്ലാം പരിഹരിച്ച് അത് പരിശോധിച്ച് വേണമായിരുന്നു ഈ ആൾക്കാരെ കയറ്റാൻ. 80,000 പേര് വരുന്നിടത്ത് 2 ലക്ഷം പേര് വന്നാൽ എന്ത് ചെയ്യും? അത് അവരുടെ കുഴപ്പമാ, ചെന്നവരുടെ കുഴപ്പമല്ല. അത് നിയന്ത്രിക്കേണ്ടുന്നത് പമ്പയിലായിരുന്നു. അവിടുന്ന് മുതലേ പാളിച്ച പറ്റി ശബരിമലയിൽ ഇത്രയും തിരക്കായി, കുഞ്ഞു മക്കളൊക്കെ കരയുന്നു, ഒരു സ്ത്രീ ബോധമില്ലാതെ വീണെന്ന് പറയുന്നു. അങ്ങനൊക്കെ ആവുമ്പോ ഇത് പാളിച്ച തന്നെയല്ലേ കിരണേ? അതെ, തീർച്ചയായും. ശ്രീമതി ജയാണ് സംസാരിച്ചത്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? കിരൺ സാറേ, ശബരിമലയിലെ ബുക്കിങ്ങിൽ അപാകത സംഭവിച്ചു. അതുകൂടാതെ തന്നെ ഭക്തജനങ്ങൾ എന്ന് വെച്ചാൽ കാട്ടിലൂടെ ഇടിച്ചു കയറി സന്നിധാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോ ADGPയുടെ ആ സംഭാഷണം കേട്ടപ്പോൾ തന്നെ എന്റെ മകൻ രാവിലെ ഇന്ന് 8 മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ടിട്ട് 3 മണിക്ക് പമ്പയിലെത്തി കഷ്ടിച്ച് തിരക്കായിരുന്നു. ഞാൻ അവനോട് മടങ്ങാൻ പറഞ്ഞു. നീ ഒരു കാരണവശാലും 12 മണിക്കൂറും 15 മണിക്കൂറും വരെ നിൽക്കേണ്ടതായിട്ട് വരും, നീ മടങ്ങി. അച്ഛാ ഞാൻ തിരിച്ചു വരാമെന്നും പറഞ്ഞുകൊണ്ട് പമ്പയിൽ പോയിട്ട് എന്റെ മകൻ മടങ്ങുകയാണ്. ഇതാണ് അവിടുത്തെ അവസ്ഥ. അതിനകത്ത് ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾ, അതായത് കുട്ടികളാണ് സാർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുമ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ പമ്പയിൽ വന്നിട്ട് അവിടെ ആ ചെക്കിംഗ് പോസ്റ്റിൽ ചെല്ലാതെ തന്നെ കാട്ടിലൂടെ സന്നിധാനത്തേക്ക് എത്തി. അമിതമായിട്ടുള്ള ജനം അവിടെ എത്തി. അതാണ് സംഭവിച്ചത്. അയ്യപ്പ ഭക്തന്മാര് ഇടിച്ചു കയറി എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്തും. ശ്രീ മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോകുന്നത് ശ്രീ രാജാണ്. ശ്രീ രാജ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഇത് എന്തുകൊണ്ടാണ്
രാജിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സമുണ്ടോ എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേള ശേഷം വളരെ വേഗത്തിൽ മടങ്ങി വരാം. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും വിളിക്കുന്നത്. ശ്രീ ദീപു, ഈ മണ്ഡല മകരവിളക്ക് ഉത്സവം തുടങ്ങും വൃശ്ചികം 1-ന് ആരംഭിക്കുമെന്ന് മുൻകൂട്ടി അറിയാത്തവരല്ല സർക്കാരും ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പും ഒന്നും. അപ്പോൾ അവിടെ തിരക്കുണ്ടായാൽ അത് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ മുൻകൂട്ടി ഒരുക്കാനുള്ള ഉത്തരവാദിത്വം ഇവർക്കുണ്ട്. മുൻ വർഷത്ത് അത് വിദഗ്ധമായി തന്നെ അല്ലെങ്കിൽ കാര്യക്ഷമമായി തന്നെ നടപ്പാക്കി വരുവാണ്. പക്ഷേ ഇക്കുറി മറ്റു പല വിവാദങ്ങൾക്കും പിന്നാലെ പോയതുകൊണ്ടാണോ അത്തരത്തിലൊരു മുന്നൊരുക്കത്തിൽ ഈ വീഴ്ച വന്നത്? അല്ല, ആദ്യം തന്നെ കിരണ ഒരു കാര്യം പറയട്ടെ. ഇവിടെ നമുക്ക് വിളിക്കാൻ ഇവിടെ നിങ്ങൾ ഞങ്ങൾക്ക് അവസരം തരുന്നത് മാന്യമായി സംസാരിച്ച് നമുക്ക് പറയുന്ന അവസരം നമ്മുടെ അഭിപ്രായം പറയുക എന്നുള്ളതാണ്. അതിന് പ്രകോപനപരമായിട്ട് ഈ വടകരയിലുള്ളവനൊക്കെ വിളിച്ചാൽ ഞങ്ങൾക്ക് അതുപോലെ അതേ രീതിയിൽ തന്നെ സംസാരിക്കേണ്ടി വരുമെന്ന് വിനീതമായി പറഞ്ഞുകൊണ്ട് അതൊക്കെ ഓരോരുത്തർ അങ്ങനെ പറയുന്നത് അത് നമ്മൾ കൃത്യമായി അവരുടെ നിലയിലേക്ക് ഞങ്ങൾ താഴേണ്ടി വരും. കാരണം ഒരാളുടെ നിലവാരത്തിലേക്ക് പ്രയോഗിക്കേണ്ട, അതൊന്നും കേട്ടിരിക്കാനല്ല, ഇതിനേക്കാളും നല്ല ഭാഷ ഉപയോഗിക്കാൻ അറിയാം കേട്ടോ ബാലകൃഷ്ണ. അതൊക്കെ കൈ വെച്ചിരുന്നാൽ മതി. താങ്കൾ അദ്ദേഹത്തിന്റെ നിലവാരമാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരു നിലവാരമാണ് ഓരോരുത്തരുടെ രാഷ്ട്രീയത്തിന് സൂക്ഷിക്കണ്ടേ? പറഞ്ഞോളൂ, താങ്കൾ ഈ വിഷയം പറയും. ചൂലെടുത്തവനെ ചാണകം മുക്കി ചൂലുകൊണ്ടടിക്കും, അത് ഉറപ്പാ. പിന്നെ ഈ കാര്യം പറയട്ടെ, നോക്കൂ, നിങ്ങൾ പറഞ്ഞ മുന്നൊരുക്കങ്ങൾ പാളിപ്പോയോ എന്നുള്ളതാണ് ചോദ്യം. സത്യത്തില് മുന്നൊരുക്കം എന്ന് പറഞ്ഞാൽ സന്നിധാനം മാത്രമല്ലല്ലോ, മറ്റ് പമ്പ, നിലയ്ക്കല്, പത്തനംതിട്ട, മറ്റ് ഒരുപാട് സംവിധാനങ്ങളുടെയാണ് മുന്നൊരുക്കം എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് ഈ ഭയാനകമായിരുന്നു ഉച്ചക്കത്തെ ആ കാഴ്ച കണ്ട് ഞാനും വല്ലാതെ പേടിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരു മനുഷ്യനൊരു ആപത്ത് വരരുതേ എന്നുള്ള പ്രാർത്ഥിക്കുകയും ചെയ്തു. നോക്കൂ, നമ്മൾ അവിടുന്ന് പമ്പയെന്ന് കയറ്റി വിട്ടാലും പിന്നെ കാട്ടിൽ കൂടി ഇറങ്ങി വന്നാലും നടപ്പന്തലിൽ കൂടെ വന്നിട്ട് നമുക്ക് സന്നിധാനത്തേക്ക് വരാൻ കഴിയൂ. ഞാൻ ഒരുപാട് പ്രാവശ്യം ശബരിമലയിലെ ദർശനം നടത്തിയിട്ടുള്ള ഒരു അയ്യപ്പ ഭക്തനാണ്. അപ്പൊ അതുവഴി വരാൻ കഴിയുള്ളൂ. അപ്പൊ ആ വരാൻ കഴിയുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് നടപ്പന്തലിൽ നിർത്താമല്ലോ. ഈ ക്യൂവിനെ നമുക്ക് എവിടുന്ന് വന്നാലും നടപ്പന്തൽ കഴിയാതെ ഇവർക്ക് വരാൻ കഴിയില്ല. അപ്പൊ നടപ്പന്തലിൽ നിന്ന് ആരാണ് ഇത്രയും പേരെ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? അവിടെ ഒരു പാളിച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാളിച്ച ഭയാനകമായ പാളിച്ചയാണ്, ക്രൂരമായ പാളിച്ചയാണ് അത്. അത്രയും പേര് ഒരുമിച്ച് സന്നിധാനത്ത് കയറിപ്പോകാൻ എത്ര പേർക്ക് കഴിയുമെന്ന് അറിയാവുന്ന പോലീസുകാരാണ് അവിടെ നിൽക്കുന്നത്. അത്ര അറിയാൻ വയ്യാത്ത പോലീസുകാരാണോ ഇത്രയും ജനത്തിനെ ആ ഒരു നടവഴിയിലേക്ക് ഇങ്ങോട്ട് കയറ്റിവിട്ട് ഇത്രയും ഒരു സ്റ്റാമ്പേഡ് ഉണ്ടാവേണ്ട എല്ലാ സാധ്യതകളും അവിടെ ഉണ്ടായിരുന്നു. അത് പാളിച്ചു തന്നെയാണ്. അത് ആരാണ് അവിടെ നിയന്ത്രിച്ചത്? ആ നിയന്ത്രണം ഏറ്റെടുത്തവർക്ക് കൃത്യമായ ശിക്ഷ നൽകിക്കൊണ്ട് തന്നെ ഇതുമായി മുന്നോട്ട് പോകണം. ഈ ശബരിമല എന്ന് പറയുന്നത് ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ആൾക്കാർ വരുന്നതാണ്. ഈ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ മാതൃഭൂമി ചാനലിൽ ഇന്നലെ ഉണ്ടായിരുന്നു അവരുടെ റിപ്പോർട്ട്. കാട്ടിനിടയിൽ കൂടെ ആൾക്കാർ ചാടി ഈ നടക്കാൻ പാടില്ലാത്ത വൺ വേയിൽ കൂടെ നടന്ന് മേളിലേക്ക് കയറി വരുന്നത്. അങ്ങനെ അവരെയൊന്നും കുറ്റം പറയാം, പക്ഷെ അവരൊക്കെ ഈ നടപ്പന്തലിൽ കൂടെയാണ് വരുന്നത്. നടപ്പന്തലിൽ നിയന്ത്രിക്കാവുന്ന സ്ഥിതി ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് അവരിങ്ങനെ കയറി വന്നത്? അത് കൃത്യമായ പാളിച്ചയാണ്. ഇത് കണ്ടുകൊണ്ട് കൃത്യമായി നടപടി ഇപ്പം 37,000 പേരെയാണ് പോലും കയറ്റിവിട്ടത്. ഏതാ സ്പോട്ട് ബുക്കിംഗ്, അത് നടത്താൻ പാടില്ലാത്തതാണ്. ഈ 80,000 പേരെന്ന് പറഞ്ഞാൽ 1,00,000 പേര് വരെയെങ്കിലും അത്രയും പേരെ മാത്രം കയറ്റിവിട്ടുകൊണ്ട് ബാക്കിയുള്ളവരെ തടഞ്ഞു നിർത്തണം. അതിന് ആര് കുറ്റം പറഞ്ഞാലും, മാധ്യമങ്ങൾ കുറ്റം പറഞ്ഞാലും പ്രതിപക്ഷം കുറ്റം പറഞ്ഞാലും അതിനപ്പുറത്ത് നിർത്തി അത്രയും പേരെ മാത്രം കയറ്റി വിട്ടുകൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ നടത്താൻ പറ്റൂ. എല്ലാ മാസവും എല്ലാ ദിവസവും തുറന്നിരിക്കുന്ന ഒരു നടയല്ല അത്. അപ്പൊ അത്തരം തിരക്കുകൾ വരുമ്പോൾ ഭക്തജനങ്ങളും കൂടി കുറച്ചുകൂടി നമ്മൾ ഒരു ബോധം കാണിക്കണം. അത്രയും പേരെ കയറ്റാൻ പറ്റാത്ത സ്ഥലമാണ്, എങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്? 15 മണിക്കൂർ നിന്നു, ഞാൻ 16 മണിക്കൂർ നിന്നു, ഞാനൊക്കെ 18 മണിക്കൂർ വരെ നിന്നിട്ടുണ്ട് ഈ ക്യൂവില് പണ്ടത്തെ കാലത്ത്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. നമ്മൾ ബുദ്ധിമുട്ടി തന്നെയാണ് മലയിൽ അയ്യനെ കാണാൻ കയറുന്നത്, അല്ലാതെ നമ്മൾ നേരെ ഗുരുവായൂർ പോകുന്ന പോലെ പോകുന്നത് പോലും അല്ല. വേഷം തന്നെ കണ്ടില്ലേ, നമ്മൾ ഏതെല്ലാം രീതിയിലുള്ള വേഷത്തിലാണ് നമ്മൾ അവിടെ എത്തിപ്പെടുന്നത്, എത്ര ക്ഷീണിതനായിട്ടാണ് എത്തിപ്പെടുന്നത്. അതുകൊണ്ട് അയ്യപ്പന്മാർ അത്രയും ക്ഷീണിതനാണ്. അതുകൊണ്ട് ഇങ്ങനെ ആ നടപ്പന്തലിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റി വിട്ട ഒരു സംഘം പോലീസുകാർ, ആ പോലീസുകാർ കൃത്യമായ വീഴ്ചയാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് ഒരു വളരെ വ്യക്തമാണ്. പക്വതയോടുകൂടി തന്നെ സാധാരണ താങ്കളെ പലരും ആക്ഷേപിക്കുന്നത് താങ്കൾ CPM-ന് വേണ്ടി അങ്ങനെ വാദിക്കുന്ന ആളാണ്. പക്ഷേ ഒരു വീഴ്ച വന്നപ്പോൾ ആ വീഴ്ചയ്ക്ക് ഉത്തരവാദികളാവുന്ന ആരുണ്ടായാലും അത് അംഗീകരിച്ച് അത് തിരുത്തുക എന്നുള്ളതാണ് ഏത് രാഷ്ട്രീയ പ്രവർത്തകനായാലും ഏത് രാഷ്ട്രീയ പാർട്ടി അനുകൂലിക്കുന്ന ആളായാലും ചെയ്യേണ്ട തിരുത്തൽ. അതാണ് ഏറ്റവും പ്രധാനം. അതാണ് രാഷ്ട്രീയ ബോധം എന്നൊക്കെ പറയുന്നത്. അതിന് തയ്യാറായ രീതിയിൽ തന്നെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നതുകൂടി പ്രത്യേകം കാണണം. ശ്രീ അരവിന്ദനാണ് പന്തളത്ത് നിന്ന് വിളിക്കുന്നത്. ശ്രീ അരവിന്ദ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതിനകത്ത് പാളിച്ച ഉണ്ടായിട്ടുണ്ട്. കാരണം
ഇതിന് മുന്നിലുണ്ടായിരുന്ന ദേവസ്വം പ്രസിഡന്റ് അദ്ദേഹം പടിയിറങ്ങുന്ന സമയത്ത്, ചുമതലയിൽ നിന്ന് മാറുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഇതിന്റെ ഒരുക്കങ്ങളെല്ലാം കൃത്യമായി എല്ലാം പൂർണ്ണമായിട്ട് നടപ്പാക്കി എന്ന് പറയുന്നതാണ് മാധ്യമങ്ങളുടെ മുന്നിൽ. അപ്പം ആ പറഞ്ഞ ദേവസ്വം പ്രസിഡന്റ് ശരിക്കും ജനങ്ങളെയും സർക്കാരിനെയും അതുപോലെ തന്നെ ഈ പറയുന്ന അയ്യപ്പ വിശ്വാസികളെയും പറ്റിക്കുകയല്ലേ ചെയ്തത്. ശരി, താങ്കൾ ടി വി വെച്ചേക്കുന്നതാണ് കറക്റ്റായി പറയാൻ കഴിയാത്ത ശ്രീ അരവിന്ദ്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ കഴിഞ്ഞ സീസണിൽ വൃത്തിയായി നടത്താൻ കഴിഞ്ഞ ഒരു സംവിധാനത്തിന് ഈ സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ വീഴ്ച ഉണ്ടായെങ്കിൽ ഈ സ്വർണ്ണപ്പാളി വിവാദത്തിന് പിന്നാലെ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം പോയതുകൊണ്ടാണോ ഇത്തരത്തിൽ ഒരു വീഴ്ച ഉണ്ടായത്? സ്വർണ്ണപ്പാളി വിവാദം എന്ന് പറയുന്നത്, നമസ്കാരം. നമസ്കാരം. സ്വർണ്ണപ്പാളി വിവാദം വേറെ, അവിടുത്തെ തിരക്ക് വേറെ, രണ്ടും രണ്ട് കാര്യങ്ങളാണല്ലോ. സ്വർണ്ണപ്പാളി വിവാദം അതിന്റെ രീതിയിൽ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തില് മേൽനോട്ടത്തിൽ ആ കാര്യം നടന്നു പോകുന്നുണ്ട്. അതിന്റെ തിരക്കിലേക്ക് പോയതുകൊണ്ടാണോ ഇത്തവണ മുന്നൊരുക്കത്തിൽ വീഴ്ച വന്നതെന്നാണ് ചോദിച്ചത്. ഇല്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും ഒന്നും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരല്ലല്ലോ. അത് വേറെ കാര്യങ്ങളല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ പറയുകയേ വേണ്ട. പിന്നെ വിളിക്കുന്നവരൊക്കെ പ്രസിഡന്റൊക്കെ ഇക്കാര്യത്തിൽ, കഴിഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റൊക്കെ ഇക്കാര്യത്തിൽ പല തരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ട് നിൽക്കുന്ന ആളായിരുന്നല്ലോ. അദ്ദേഹം തന്നെ ചില ഇതൊക്കെ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ ആ തിരക്കിനിടയിലാണോ അവർക്ക് മുന്നൊരുക്കം നടത്താതിരുന്നതെന്നാണ് എന്റെ ചോദ്യം. ഇന്നത്തെ തിരക്കിന് അവരൊന്നും ഉത്തരവാദിയല്ല. ഇന്നത്തെ തിരക്ക് നിങ്ങൾ തന്നെ പറയുന്നതനുസരിച്ച് അവിടെ സ്പോട്ട് ബുക്കിംഗ് എന്ന് പറയുന്ന സാധനം വേണ്ട 37,000 പേര് വന്നു എന്നാ പറയുന്നത്. അതായത് ബുക്കിംഗ് ഇല്ലാതെ, വെർച്വൽ ക്യൂടെ അല്ലാതെ 37,000 പേര് വന്നു. അതൊരു അസാധാരണമായ സിറ്റുവേഷൻ ആണ്. അത്രയും അസാധാരണമായ സിറ്റുവേഷൻ ഉണ്ടായപ്പം അത്രയും പേരെ ഒന്നിച്ച് പമ്പയിൽ നിന്ന് കയറ്റിവിടാൻ പാടുണ്ടായിരുന്നു എന്നുള്ളത് അവിടെ പരിചയമുള്ള പോലീസുകാരുണ്ടാവുമല്ലോ, അവർ ചെയ്യേണ്ടതായിരുന്നു. അതെങ്കിൽ ഇനി പരിചയമില്ലാത്ത പോലീസുകാരാണോ അവിടെ നിൽക്കുന്നതൊക്കെ അറിയില്ല. പക്ഷേ ഇത് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വളരെ പരിണതപ്രജ്ഞനായ ശ്രീ ജയകുമാറാണ്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും. ഇതുവരെ ഇപ്പൊ വന്നിട്ടുള്ള ചെറിയ വീഴ്ച എന്ന് പറയുന്ന കാര്യം ഇനിയും ഉണ്ടാവാതെ നോക്കാനും അവിടെ ഇരിക്കുന്ന പോലീസുകാർക്കും ഇദ്ദേഹത്തിനും എല്ലാം കഴിയുമെന്നുള്ള തന്നെയാണ് വിശ്വാസം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് ഒരു മണിക്കൂർ ഒരു ദിവസം 16 മണിക്കൂറല്ലേ അവിടെ ദർശനമുള്ളൂ. അങ്ങനെയല്ലേ? 16 മണിക്കൂറല്ലേ? 16, ചില ദിവസങ്ങളിൽ കുറച്ചുകൂടെ കൂട്ടാറുണ്ട്. ഓക്കെ, 16 മണിക്കൂറെന്ന് കണക്കാക്കിയാല് 16 ചില ദിവസങ്ങൾ 18. ആയിക്കോട്ടെ, 16 മണിക്കൂറെന്ന് കണക്കാക്കിയാൽ 57,000 സെക്കൻഡാ ഉള്ളേ. 57,000 സെക്കൻഡില് കൃഷ്ണൻകുട്ടി, അതൊന്നും അല്ല വിഷയം. അങ്ങനെ അത്ര കണക്കുകളൊക്കെ, ഒരു സെക്കൻഡിൽ എത്ര പേര് പോകും, ഒരു മിനിറ്റിൽ എത്ര പേര് കടത്തിവിടാൻ കഴിയും, ഇതെല്ലാം കണക്കുകളൊക്കെ ശാസ്ത്രീയമായിട്ടുണ്ട്. അപ്പോൾ എത്ര പേരെ അവരെ കടത്തിവിടാൻ കഴിയും, അവരെ എത്ര പേരെ ഇറക്കി വിടാൻ കഴിയും, ഇതിനെല്ലാം കണക്കുകളുണ്ട് കൃത്യമായി. അപ്പൊ അത് നോക്കി കടത്തിവിടേണ്ടവർ കടത്തിവിട്ടില്ല എന്നതിന്റെ അർത്ഥം എന്താണ്? അത്തരത്തിൽ ഒരു മുന്നൊരുക്കം, അത്തരത്തിലൊരു നിർദ്ദേശം താഴെ തട്ടുവരെ ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയല്ലേ? അത് വീഴ്ചയല്ലേ? ഞാൻ പറയുന്നത് കേൾക്കും. അത് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സംഭവം അതവരിനിയും വീഴ്ച താഴെ തട്ടിക്കുന്ന പോലീസുകാരുടെ വീഴ്ചയൊന്നും അല്ല, അത് ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാരുടെയും ഭരണ സംവിധാനത്തിന്റെയും വീഴ്ച തന്നെയാണ്. ഞാൻ ആ ഗേറ്റ് ഞാൻ കടന്നുപോയി, ഇനി ആ ഗേറ്റിലേക്ക് ഞാൻ വരുന്നില്ല. ഞാനിപ്പോ ഇനിയും പറയാൻ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, ദിവസം 57,000 സെക്കൻഡ് ഉള്ളിടത്ത് ഈ പറഞ്ഞ 14 മണിക്കൂർ 57,000 സെക്കൻഡില് 1,00,000 പേരെ അയ്യപ്പനെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെ ഭയങ്കര അച്ചീവ്മെന്റ് ആണ്. അത് തന്നെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അപ്പൊ ഇനിയും ഈ വരുന്ന ദിവസങ്ങളിൽ ഇതൊന്നും ഉണ്ടാകാതെ നോക്കുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. എന്ന് മാത്രമല്ല, ഈ സ്വർണ്ണപ്പാളി വിവാദവും ഈ പറഞ്ഞ കാര്യമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പറയാൻ പാടില്ല. അത് രണ്ട് വിഷയങ്ങളാണ്. അല്ല ശ്രീ കൃഷ്ണൻകുട്ടി, സ്വർണ്ണപ്പാളി വിവാദത്തിന് ശ്രദ്ധയുമായി അതിന്റെ പുറമെ പോയില്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ തവണ വൃത്തിയായി ഈ സീസൺ എല്ലാം നടന്നു പോയതാണ്. കഴിഞ്ഞ തവണയും നന്നായി പല ദിവസങ്ങളിലും ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. അവിടെ എല്ലാം കൃത്യമായി നടത്തി, അന്ന് എല്ലാവരും അഭിനന്ദിക്കുകയും ചെയ്തു. ഇത്തവണ ഇവർ ആ മുന്നൊരുക്കം കൃത്യമായി നടത്തുന്നതിൽ രണ്ടാമത്തെ ദിവസത്തിൽ തന്നെ വീഴ്ചയുണ്ടായി. അതിന് പ്രധാനപ്പെട്ട കാരണമായി ആളുകൾക്ക് തോന്നുന്നത് എന്താണ്? അവർ ഈ മുന്നൊരുക്കം നടത്തുന്നതിന് പകരം സ്വർണ്ണപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട ആ വിവാദങ്ങളുടെ പിന്നാലെ ആയിരുന്നു അവരെല്ലാം നിന്നത്. പല പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, പഴയ മുൻ പ്രസിഡന്റുമാരും ഉത്തരവാദിത്തപ്പെട്ടവരും ഒക്കെ അതിന്റെ പ്രതിസ്ഥാനത്ത് കുറ്റാരോപിതരായിട്ടൊക്കെ നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി അവർ അതിന്റെ പുറകെ പോയി. ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഞാൻ കരുതുന്നത് പിന്നെ ബോധപൂർവം അവര് മുന്നൊരുക്കത്തിൽ വീഴ്ച വരുത്തിയതാണോ? അല്ല. ഇപ്പൊ അവിടെ നിൽക്കുന്ന ഡ്യൂട്ടിയിലുള്ള ആ ഉദ്യോഗസ്ഥർക്ക്, ഉദ്യോഗസ്ഥരെ അയാൾ താഴെ തട്ടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യാനാണ്? ഇത് കൃത്യമായ ഒരു മുകളിൽ നിന്ന് നിർദ്ദേശമില്ലേ? ഇത്ര പേരെ വരെ ഇന്ന സ്ഥലത്ത് കയറ്റിവിടാം, ഇന്ന സ്ഥലത്ത് ഇത്ര പേരായി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇത്ര പേരെ ഇത്ര സമയം നിർത്തണം, ഇതിനൊക്കെ ഒരു വ്യവസ്ഥയുണ്ടല്ലോ. നമ്മുടെ ഇന്നത്തെ വിഷയം ഇന്നത്തെ തിരക്ക് മാത്രമാണല്ലോ. ആ തിരക്കിന്റെ വിഷയം ഞാൻ പറയുന്നത് ഇപ്പൊ സീസൺ തുടങ്ങിയതേ ഉള്ളൂ. തിരക്കല്ല വിഷയം ശ്രീ കൃഷ്ണൻകുട്ടി, തിരക്കേ അല്ല വിഷയം. നമ്മുടെ വിഷയം ഇത് നിയന്ത്രിക്കാൻ, ആ തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനം, മുന്നൊരുക്കം ഉണ്ടായില്ല എന്നതാണ് വിഷയം. തിരക്കൊക്കെ ശബരിമലയിൽ പല ദിവസങ്ങളും വരും, ചിലപ്പോൾ ഇതിൽ കൂടുതൽ ആളുകൾ വന്നെന്നിരിക്കും. അതൊക്കെ കൃത്യമായി നിയന്ത്രിച്ച് കയറ്റിവിടേണ്ട സംവിധാനത്തിലാണ്, ഉത്തരവാദിത്തമാണ് ഇവർക്കുള്ളത്.
തിരക്കെന്ന് പറയുന്നത് ഇന്നലെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിട്ട് 37,000 പേര് വന്നു. അത് അങ്ങനെ ഇനിയും വരാം. അത് അങ്ങനെ ഇതല്ല 37,000 അല്ലെങ്കിൽ 57,000 വന്നാലും എത്ര പേരെ കയറ്റി വിടണം തീരുമാനിക്കേണ്ടത് അവിടെ ഒരു സംവിധാനമില്ല, അവരല്ലേ? ഇനിയും അങ്ങനെ വന്നാൽ നിങ്ങളൊക്കെ ചാനലുകൾ ക്യാമറ ഓൺ ചെയ്തോടെ ഉണ്ടല്ലോ. ഇനിയും വന്നാൽ നമുക്ക് നോക്കാം അവരിതുപോലെയാണോ ചെയ്യുന്നത്, ഇതിലും ഭംഗിയായി ചെയ്യുന്നുണ്ടോന്നോ നമുക്ക് നോക്കിയിട്ട് അന്നേരം വിലയിരുത്താം. ഇപ്പൊ സീസൺ തുടങ്ങിയതേ ഉള്ളൂ. ഈ കാര്യങ്ങൾ വളരെ മുന്നോട്ട് ഭംഗിയായി അവിടെ ഉള്ള ഒരു കാര്യങ്ങൾ നിയന്ത്രിക്കും തന്നെയാണ് പ്രതീക്ഷ പോലെ തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത്തരം തിരുത്തലുകൾ വേണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതും. ഇത്തരത്തിൽ ചർച്ച ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ജാഗ്രത സർക്കാരുകൾക്കായാലും ഉത്തരവാദപ്പെട്ടവർക്കായാലും ഉണ്ടാകുന്നത്. ആളുകൾ അറിയാതെ പോയാൽ എല്ലാവരും തേച്ചു മായച്ച് കളയാൻ നോക്കും. അതല്ല, പുറത്തു വരുമ്പോഴാണ് തിരുത്തലുകൾ അനിവാര്യമാകുന്നത്. ശ്രീദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീദാസൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ശബരിമലയിൽ ഇപ്പോൾ ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ വിവാദങ്ങളെക്കാൾ കടുത്ത നാണക്കേടുണ്ടായതിന് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായെങ്കിൽ അപ്പോൾ അതിന് വേണ്ട ഒരു മുന്നൊരുക്കം ഒന്നും വേണ്ട രീതിയിൽ ഉണ്ടായില്ലേ? ഇല്ല, ഗവൺമെന്റ് ഭാഗത്ത് കുറ്റകരമായ അനാസ്ഥയുണ്ട് കിരൺ ബാബു. കാര്യം, ഒരു 2 ആഴ്ച മുന്നെങ്കിലും ഒക്ടോബർ അവസാനമെങ്കിലും ഈ ജയകുമാറിന് ഈ സ്ഥാനം ഏൽപ്പിക്കണമായിരുന്നു. ഈ സ്വർണ്ണപ്പാളി വിവാദം ഉണ്ടാകുമ്പോൾ തന്നെ ഈ പ്രസാദം മാറ്റണമായിരുന്നു. ദേവസ്വം ബോർഡ് അന്ന് വിരിച്ചുകൊണ്ടായിരുന്നു. ഇപ്പൊ ഇത് അവസാന ഘട്ടത്തിൽ ജയകുമാർ നല്ല നമുക്ക് പ്രതീക്ഷയുള്ള ഉദ്യോഗസ്ഥനാണ്. ഇപ്പൊ തന്നെ ഇന്ന് പറയുന്നത് കേട്ടു, ആടെ കുടിവെള്ളമില്ല, ബാത്റൂം വൃത്തിയില്ല. ഇതൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഇതെല്ലാം മുൻകൂട്ടി കണ്ട് ചെയ്യണ്ടേ ഗവൺമെന്റ് ഭാഗത്ത് വളരെയേറെ പ്രബലമായ പിന്നെ അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരെ ഒരു കാരണവശാലും ദേവസ്വം ബോർഡ് മന്ത്രിയാക്കാൻ പാടുന്ന ഒരു അഭിപ്രായക്കാരനായിരുന്നു. ഇപ്പൊ തന്നെ കുറച്ച് മുമ്പ് വിളിച്ച സഖാവ് ദീപു, ഇയാളൊക്കെ TV ചാനലൊക്കെ ഭയങ്കരമായ വർത്താൻ പറഞ്ഞേക്കാം. ഇയാളൊക്കെ 18 മണിക്കൂർ കാത്ത്, പിന്നെ എന്ത് സഖാവാണോ അതൊക്കെ 18 മണിക്കൂർ പണ്ട് കാത്തു നിൽക്കേണ്ടി വന്നു എന്നാണ് ദീപ് പറഞ്ഞത്. അല്ല, 18 മണിക്കൂർ അയ്യപ്പനെ കാണാൻ ഈ യുക്തി വാരിയാളോ കമ്മ്യൂണിസ്റ്റുകാരൻ. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വാസികളായ എത്രയേറെ മനുഷ്യരുണ്ട് ശ്രീദാസൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെല്ലാവരും അവിശ്വാസികളാവണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ വ്യവസ്ഥയൊന്നുമില്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ നിൽക്കുന്നതിനകത്ത് 70, 80 അല്ല 90, ഏകദേശം 95% പേര് വിശ്വാസികളായിരിക്കും. വിശ്വാസികൾ അല്ലാതെ അവിശ്വാസികൾ മാത്രമാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളത്? അങ്ങനെയൊന്നുമില്ല ശ്രീദാസൻ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവരിൽ ഭൂരിപക്ഷം എന്നല്ല, മഹാഭൂരിപക്ഷവും വിശ്വാസികൾ തന്നെയാണ്. ശരി, ഓക്കെ. ശ്രീദാസനാണ് പ്രതികരിച്ചത്. എന്തായാലും നമുക്ക് ചില കമന്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടതുണ്ടോ? ശ്രീ മണി ശ്രീവിലാസ്, തെരഞ്ഞെടുപ്പ് അടുത്തില്ലേ? സർക്കാർ വിരുദ്ധരും ചില മാധ്യമങ്ങളും സജീവമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള ദിനങ്ങൾ വളരെ ശ്രദ്ധയോടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ശ്രീ മണി ശ്രീനിവാസ്, അങ്ങനെ തന്നെ ശ്രദ്ധയോടുകൂടി തന്നെ പ്രവർത്തിക്കണം. സ്വാഭാവികമായും ശ്രദ്ധയോട് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവും. അതാണല്ലോ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് നടുക്ക് വെച്ച് ഇങ്ങനെ ഒരു വാർത്തകൾ മാധ്യമങ്ങൾ കൊടുക്കാൻ അവസരം ഉണ്ടാക്കിയത്. ശ്രദ്ധയില്ല എന്നുള്ളതിന് തെളിവ് തന്നെയാണ് ശ്രീമണി. പിന്നീടും സുനിലും ഗ്ലാഡിയേറ്ററും ഒക്കെയാണ് അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. ദേവസ്വത്തിൻ്റെ വരുമാനം പിന്നെ ജനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ സുനിൽകുമാർ ചോദിക്കുന്നു. ഏത് വിധത്തിലും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക, അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ശ്രീദേവി ചൂണ്ടിക്കാണിക്കുന്നു. ജയകുമാർ, സുനിലെ ഇലക്ഷൻ വർക്കിനിടയിലാണ് കമൻസ് ഇടുന്നത് എന്നൊക്കെ പറയുന്നു. ശബരിമല പൈസ എന്ത് ചെയ്യുന്നുകൂടി കിരൺ സാർ പറയണം. 1-2 കോടിയല്ല, കഴിഞ്ഞ മണ്ഡലകാലം മുഴുവൻ 400 കോടിക്ക് മുകളിൽ വരുമാനം ഉണ്ടായി, എവിടെ ചിലവാക്കിയെന്ന് സുനിൽകുമാർ ചോദിക്കുന്നു. ശ്രീ സുനിൽകുമാർ, ഇവിടെ ചില ആളുകളൊക്കെ ശബരിമലയിൽ പോകുമ്പോൾ നിങ്ങൾ അവിടെ കാണിക്കയിടരുത് എന്ന് പ്രചരണം നടത്തിയിരുന്നു. ഈ കാണിക്കയിടരുന്ന് പ്രചരണം നടത്തിയവരുടെ ഉദ്ദേശം ഒന്നായിരുന്നു, ശബരിമല പോലെയുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ വരുമാനം കൊണ്ടാണ് കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന സാധാരണ ക്ഷേത്രങ്ങളിൽ ആ ക്ഷേത്രങ്ങളിലെ ജീവനക്കാരായ പൂജാരിമാർക്കും ആ ക്ഷേത്രങ്ങളിലെ അനുബന്ധ ജീവനക്കാർക്കുമൊക്കെ ശമ്പളം കൊടുക്കാനും അവർക്ക് ആ ക്ഷേത്രത്തിലേക്കുള്ള മറ്റ് ചിലവുകൾക്കുമുള്ള വരുമാനം കണ്ടെത്തുന്നത്. അവിടെയൊക്കെ ഈ ശബരിമലയിൽ ആളുകൾ കൊണ്ട് തിടുന്ന വരുമാനം കൊണ്ടാണ് അവിടെയൊക്കെ ജീവിച്ചു പോകുന്നത്. അല്ലെങ്കിൽ ഈ ക്ഷേത്രങ്ങളൊക്കെ അടച്ചുപൂട്ടി എന്നേ പോകേണ്ടി വരുമായിരുന്നു. അവിടെയൊക്കെ ആളുകൾക്ക് മാന്യമായി ശമ്പളം കിട്ടി ജീവിക്കേണ്ടി വരുന്നത് ഇതുപോലെ ചില ക്ഷേത്രങ്ങൾക്ക് വരുമാനം കൂടുതൽ ഉള്ളതുകൊണ്ടാണ്. അത്തരം ക്ഷേത്രങ്ങളിലെ വരുമാനമില്ലാതെയാക്കി ബാക്കി ക്ഷേത്രങ്ങളിലെ ജീവനക്കാരും കൂടി ശമ്പളമില്ലാത്തവരാക്കി മാറ്റാൻ വേണ്ടിയുള്ള ചിലരുടെ ശ്രമം ഇതിനെ. അതുകൊണ്ടല്ലാതെ എവിടെയാണെന്ന് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല സുനിൽകുമാറിന്. ഇത് ആളുകളെ കുത്തിത്തിരിപ്പിക്കാൻ വേണ്ടി വെറുതെ ഒരു ചോദ്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി മറുപടി പറഞ്ഞത്.
ന്യൂസ് 18 സർക്കാർ പണം എടുക്കുന്നില്ല എന്നതിൽ കാര്യമായി സംസാരിച്ചത് നന്നായി. ആ പുള്ളിക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല എന്ന് നിതിൻ അപ്പു ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും നമുക്ക് ബാക്കി കമന്റുകൾ കുറേ കൂടി താഴോട്ട് കിടക്കുന്നു. എല്ലാ കമന്റുകൾ കൂടി വായിക്കാൻ സമയമില്ല. എന്തായാലും നമ്മുടെ സമയം അവസാനിക്കാൻ പോവുകയാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായി എന്ന് തന്നെയാണ് ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ആളുകളടക്കം കൃത്യമായി ചൂണ്ടിക്കാണിച്ചത്. അത് ഈ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ വീഴ്ചയാണ്. ആ വീഴ്ച പരിഹരിക്കും എന്ന് കൃത്യമായും ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നവർ പറയുന്നു. വീഴ്ച ഉണ്ടാകുമ്പോൾ അത് അംഗീകരിക്കുകയും പരിഹരിക്കുകയും എന്നുള്ളത് തന്നെയാണ് ശരിയായ വഴി. അങ്ങനെയല്ല സർക്കാരിൻ്റെ ഭാഗത്ത് വീഴ്ച ഗുരുതരമാണെന്നും അമ്പയെ പരാജയമാണ് എന്നൊക്കെ വാദിച്ച ആളുകളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പെടുന്ന ആളുകളുമുണ്ട്. ഇതൊന്നും അല്ലാതെ തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട ഒന്ന് തന്നെയാണ്. അത്തരം ഒരു ശ്രദ്ധ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നാലും ദേവസ്വം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നാലും പോലീസിൻ്റെ ഭാഗത്തു നിന്നാലും ഒക്കെ ഉണ്ടാവേണ്ടതാണ്. അത്തരം തിരുത്തലുകൾ വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടവരുമൊക്കെ ഉണ്ട്. എന്തായാലും സമ്പന്നമായ ചർച്ച തന്നെയായിരുന്നു ഈ വിഷയത്തിൽ നടന്നത്. നമുക്ക് നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.